അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിലും ഏതൊരു സമുദായത്തിനിടയിലും ബാധിച്ച വലിയ വലിയ ചില ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്. കേരള മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം സമുദായത്തിൽ ഈ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയ ഫിത്നയുടെ പേരാണ് CM മടവൂർ എന്നത്. കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന CM അബൂബക്കർ മുസ്ലിയാർ എന്നൊരു വ്യക്തിക്കുണ്ടായ മാനസിക രോഗമാണ് ഈ ഫിത്നയുടെ തുടക്കം. രൂക്ഷമായ മാനസിക രോഗം പിടിപെട്ട അയാൾ ശരീഅത്ത് നിയമങ്ങൾക്കും ഭൗതിക നിയമങ്ങൾക്കും വിരുദ്ധമായി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെല്ലാം പിന്നീട് അതിന് മതത്തിൻ്റെ മേമ്പൊടി നൽകുകയും കറാമത്തിൻ്റെ പിൻബലം നൽകുകയും ചെയ്തുകൊണ്ട് ശൈത്താനീയത്തിൻ്റെ ആൾരൂപം പൂണ്ട ചില മുസ്ലിയാക്കന്മാർ ജനങ്ങൾക്കിടയിൽ പാടിയും പറഞ്ഞും പ്രചരിപ്പിക്കാൻ തുടങ്ങിയതാണ് ഈ ഫിത്നക്ക് മൂർച്ച കൂടാൻ കാരണം. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ പിന്തിരിപ്പൻ മതപ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൽ നിന്നും വിഘടിച്ചു പോയ അവാന്തര വിഭാഗങ്ങളായ വിവിധ കക്ഷികളും ഇസ്ലാമിലെ പവിത്രമായ കറാമത്ത്, വിലായത്ത് വിശ്വാസത്തെ തകർക്കുകയും തകിടം മറിക്കുകയും ചെയ്തുകൊണ്ട് വളരെ വികലമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ദുരന്തഫലമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള മുസ്ലിം ചരിത്രത്തിൽ സമസ്തക്കാർ തോളിലേറ്റി നടക്കുന്ന ഔലിയാക്കൾ എന്ന് പറയുന്ന ഭ്രാന്തന്മാർ നൂറുകണക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ CM മടവൂരിനോളം വലിയൊരു ഫിത്ന കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമുക്കറിയാമല്ലോ, വിലായത്ത് കറാമത്ത് വിശ്വാസങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ഇവർ തലയിലേറ്റി നടക്കുന്ന ചില ഭ്രാന്തന്മാർ അവർക്ക് ഔലിയാക്കൾ എന്ന വിളിപ്പേര് നൽകി അവരുടെ അപദാനങ്ങളും കള്ളക്കഥകളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത എന്ന പ്രസ്ഥാനം രൂപീകരിച്ചതും നിലകൊള്ളുന്നതും. ഈ ദുരവസ്ഥയിൽ നിന്നും ഒരു സമസ്തയും ഒഴിവല്ല. എല്ലാവർക്കും ഇതിൽ ചെറുതും വലുതുമായ പങ്കുണ്ട്. ഇവർ ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന പല ആളുകളുടെ പേരിലുള്ള പല കറാമത്ത് കഥകളും കേട്ടു വളർന്നവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായം. അതിൻ്റെ പൊള്ളത്തരങ്ങളും അപകടങ്ങളും മനസ്സിലായ ആളുകളെല്ലാം ഈ സമസ്തയോട് സലാം പറഞ്ഞ് പിന്നീട് സലഫിയത്തിലേക്ക് വരികയാണ് ചെയ്തത്. എന്നാൽ കള്ളക്കറാമത്ത് കഥകൾ അനവധി നാം കേട്ടിട്ടുണ്ടെങ്കിലും ഈ CM മടവൂരിൻ്റെ പേരിലുള്ള ദുഷിച്ചു നാറിയ കെട്ടുനാറിയ കള്ളക്കറാമത്ത് കഥകൾ അങ്ങേയറ്റം പരിധി വിടുന്നതും ഷിർക്കിലേക്കും കുഫറിലേക്കും കൂപ്പുകുത്തുന്ന രീതിയിലുള്ളതുമാണ്. കേവലം മാനസിക രോഗിയായ ഈ മനുഷ്യനെ ഒരു വലിയായി പരിചയപ്പെടുത്തുന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവരുടെ വിശ്വാസ വൈകല്യങ്ങൾ. അതിൽ നിന്നെല്ലാം പരിധി വിട്ട് ഇയാൾ കുതുബുൽ ആലമാണെന്നും മുദബ്ബിറുൽ ആലമാണെന്നും അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ആളാണെന്നും പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്നത് ഇയാളാണെന്നും ഇയാൾ നബിമാരെക്കാളും ശ്രേഷ്ഠനാണെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിത വർഗം അതിൽ നിന്നെല്ലാം പരിധി വിട്ട് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഈ മാനസിക രോഗിയെ അവരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതിന് 1, 2, 3, 4 നാം തെളിവുകൾ ഹാജരാക്കിയിട്ടുള്ളത്. കേവലം പറച്ചിലുകൾ മാത്രമല്ല, പലതരത്തിലുള്ള കുഫ്രിയത്തിൻ്റെ ഷിർക്കിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ട് അഴിഞ്ഞാടുകയാണ് ഈ പുരോഹിത വർഗം. ഇയാളെക്കുറിച്ച് നിരന്തരമായി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ശൈത്താൻ കേരളത്തിൽ അല്പകാലമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിപ്പിശാചാണ് മുമ്പ് പാടിയത് 313 ബദരീങ്ങൾക്ക് പകരം മടവൂർ ഒരുത്തൻ മതി എന്നത്. 313 ബദരീങ്ങളുടെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ള കാര്യം നാം അടിവരയിട്ട് മനസ്സിലാക്കണം. ആ റസൂലിൻ്റെയും മുകളിലാണ് ഈ മാനസിക രോഗിയായി ജീവിച്ചു മരിച്ച മനുഷ്യൻ എന്നതാണ് ഈ പുരോഹിത കൂട്ടങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ആ കുട്ടിപ്പിശാജ് പാടിയ പാട്ട് അള്ളാഹു കാലാകാലത്തേക്ക് ശപിച്ച് സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയ ഇബ്ലീസ്, ആ ഇബ്ലീസിനെ വേണ്ടി വന്നാൽ മടവൂർ നന്നാക്കുമെന്നാണ് ഈ ശൈത്താൻ കുട്ടി അവസാനം പാടിയത്. ആ പാട്ടൊന്ന് കേൾക്കുക. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ, ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാക്കും. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ, ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാക്കും. സഹോദരങ്ങളെ, കേട്ടല്ലോ, ശൈത്താനിയത്ത് ബാധിച്ച മടവൂരിനെയും വലിയ ശൈത്താനായ ഇബ്ലീസിനെയും ചേർത്തുകൊണ്ട് വേറെ കുട്ടി ശൈത്താൻ പാടുന്ന പാട്ടാണത്. യാതൊരു ഉടുപ്പുമില്ലാതെ, യാതൊരു കുറ്റബോധവുമില്ലാതെ, യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ പാട്ടങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. തൊള്ളി തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എന്താ ഈ ശൈത്താൻ കുട്ടി പാടിയത്? വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും, വേണമെങ്കിൽ അവനെ പിടിച്ച് നന്നാക്കും മടവൂര്. ആരെ? ഇബ്ലീസിനെ പിടിച്ചിട്ട്. മടവൂരിന്റെ കൊടി ഇബ്ലീസ് ചൂടും. മടവൂരിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ ഇബ്ലീസ് മുന്നിലുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ലേ? അതാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പുരോഹിത വേഷം കെട്ടിയ ഇബ്ലീസുകൾ, വെള്ള ഇബ്ലീസുകളാണ് ഇന്ന് ഈ മടവൂരിനെ കുറിച്ച് എല്ലാ തോന്നിയാസങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ ഇബ്ലീസിന്റെ ആൾ രൂപമായ കാന്തപുരം മുസ്ലിയാരെ അടക്കം കണ്ട് ചോട്ട ഇബ്ലീസുകൾ, കുട്ടി ഇബ്ലീസുകൾ, ഇബ്ലീസിന്റെ സൈന്യങ്ങൾ തന്നെ നിരയായിട്ടുണ്ട് ഇറങ്ങിയിരിക്കണം 2-3 പതിറ്റാണ്ടായിട്ട് ഇയാളെ കൊടി ചൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പിന്നെന്താ ഇവൻ പറഞ്ഞത്? വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും, ഉന്നതരായ മലായിക്കത്തിന്റെ ഗുരുവാക്കി മാറ്റും. ഇബ്ലീസ് സ്വർഗത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ മലക്കുകളുടെ നേതാവായിരുന്നല്ലോ. ആ രീതിയിലേക്ക് വേണമെങ്കിൽ മടവൂരി ഇബ്ലീസിനെ പിടിച്ചാക്കുന്നാണ് ഈ ഇബ്ലീസ് കുട്ടി പാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ അനവധി ആയത്തുകളെ ചവിട്ടി മതിച്ചുകൊണ്ടല്ലാതെ, ആ ആയത്തുകൾക്ക് നേരെ കാർക്കിച്ച് തുപ്പിക്കൊണ്ടല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ പാടാൻ കഴിയോ? എത്രത്തോളം കുഫർ ബാധിച്ചിട്ടുണ്ടാവും ഇവന്റെയൊക്കെ ഉള്ളില്. ഇബ്ലീസിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ എത്ര ആയത്തുകളിലൂടെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത്. അതൊന്നും ഇവൻ കണ്ടിട്ടില്ലേ? ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ. പരിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹു പറയാണ്, നീ ഇവിടെ നിന്ന് പുറത്തു പോ, ഈ സ്വർഗത്തിൽ നിന്ന് നീ പുറത്തു പോ, തീർച്ചയായും നീ ആട്ടിയകറ്റപ്പെട്ടവനാകുന്നു, തീർച്ചയായും ഖിയാമത്ത് നാൾ വരെയും നിന്റെ മേൽ ശാപമുണ്ടായിരിക്കുന്നതാണെന്ന് അള്ളാഹ് പറയാ പരിശുദ്ധ ഖുർആനിൽ. എന്നിട്ട് ആ ഇബ്ലീസിന്റെ പിൻഗാമികളായ കുട്ടി ഇബ്ലീസുകൾ ഇവിടുന്ന് പറയണേ, ഞങ്ങളെ മടവൂര് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ശപിച്ച് പുറത്താക്കിയ ഇബ്ലീസിനെ പഴയതുപോലെ ആക്കാൻ ഞങ്ങളെ മടവൂര് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയും. അതായത് അള്ളാന്റെ മുകളിലാണ് മടവൂര്, ഇവരെ പടച്ചോൻ മടവൂരാണ്. ഈ കുട്ടിപ്പിശാച് പണ്ട് പാടിയതാണ്, മടവൂര് ഞങ്ങളെ പടച്ചോനാണ്. ഈ ഹൈന്ദവ ഐതിഹ്യങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ ദൈവസങ്കല്പങ്ങൾ, ദൈവങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ. ഒരാൾ ശപിച്ച ആളെ മറ്റാൾ തലയേറ്റി കൊണ്ട് നടക്കുക, ഒരാൾ തലയേറ്റി നടന്നാൽ മറ്റാൾ ശപിക്കുക. ഈ വക ഒരു വിശ്വാസമാണ് ഈ പുരോഹിത പിശാചുക്കളുടെ മണ്ടയിൽ സാക്ഷാൽ ഇബ്ലീസ് അടിച്ചു കേട്ടിട്ടുള്ളത്. അതിന്റെ ദുരന്ത ഫലമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ കുട്ടിപ്പിശാചിന് ഇതന്നെയാണ് പണി. അങ്ങനെ ഇരുന്ന് ആലോചിച്ചുണ്ടാക്കുക മടവൂരിനെ കുറിച്ച് ഇനി അടുത്ത കുഫർ എന്താ പാടേണ്ടത് ഇങ്ങനെ ആലോചിക്കില്ല. ഇവന്റെ കാര്യമായിട്ടുള്ള പണി ഇത് സാധനത്തിലുള്ളതുകൊണ്ട് കാര്യമില്ല. ഈ ശൈത്താൻ ഉണ്ടാക്കണ ലുൽമ് കുറച്ചൊന്നല്ല കേരള മുസ്ലിം സമൂഹത്തിനിടയിൽ. അങ്ങനെ ഇരുന്ന് ആലോചിക്കും. അപ്പൊ പിശാച് ഇങ്ങനെ ചവിട്ടിലിങ്ങനെ പറഞ്ഞു നിൽക്കും, മറ്റേ വഴിപാട്, ഈ വഴിപാട് അള്ളാന്റെ മുകളിൽ കൊണ്ടേക്ക്, ബദരീങ്ങളെ മുകളിൽ കൊണ്ടേക്ക്, റസൂലുള്ളാന്റെ മുകളിൽ കൊണ്ടേക്ക്, അങ്ങനെ പാടിക്കൂടെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഈണത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം പഴപ്പിക്കാൻ വേണ്ടി, ജനങ്ങളുടെ മനസ്സിലേക്ക് ശിർക്കും കുഫറും അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഈ പിശാച് കുട്ടി പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളിലെ അപകടങ്ങളാണിത്. മനസ്സിലായോ? ഇതൊരു സാധാരണക്കാരന്, ഒരു ഈമാന്റെ കണിക മനസ്സിലുള്ള ഒരാൾക്ക് ഇത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അത് വിൽക്കുവരട്ടോ ഈ സമസ്തന്റെ പുരോഹിതന്മാർക്ക് ഇതൊന്നും അങ്ങനെ സാധാരണക്കാരുടെ ഈ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ്. ഇതിനെ കവച്ചു വെക്കുന്ന വരികളും ബൈത്തുകളും പാട്ടുകളും ഇവരെ മൗലിദ് കിതാബുകളിലും പിറ കിതാബുകളിലും കീറ കിതാബുകളിലും ഇവരുടെ ഹോജാക്കന്മാര് സൂഫിയാക്കൾ എഴുതി വെച്ച കിതാബുകളിൽ ഇതിന്റെ 10 ഇരട്ടി 10 മടങ്ങ് സ്ട്രോങ് ഉള്ള വരികളുണ്ട്. അതൊന്നും സാധാരണക്കാരന് തിരിയില്ല. അങ്ങനെ അറബിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് പച്ചക്ക് മലയാളത്തിൽ എങ്ങനെ പ്രസംഗിക്കാനും പാടാനും തുടങ്ങിയപ്പോ എതിർക്കാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. കാന്തപുരം വിഭാഗത്തിന്റെ ഒരു വായാടിയായ ഹാരിസ് മദനി തന്നെ ഇതിനെതിർക്കുന്നതെന്ന് കാണുക. ബാക്കി ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. മുമ്പ് മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ. ആ ഇബ്ലീസിനെ വേണമെങ്കിൽ മടവൂരിന് പഴയതുപോലെയാക്കി മലക്കുകളുടെ ഉസ്താദാക്കാൻ കഴിയും എന്ന ഒരു പാട്ടാണ്. എങ്ങനെയാണ് മടവൂരിനത് കഴിയുക? അത് അള്ളാഹുവിന്റെ ഇതിനോടുകൂടിയും അള്ളാഹു തആല നൽകുന്നതുമായ കാര്യങ്ങൾ കൊണ്ടല്ലേ ഏതൊരു വലിയും അവരുടെ കറാമത്തുകൾ പ്രകടിപ്പിക്കാറുള്ളൂ. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ അവൻ നരകത്തിലാണ് എന്ന്, അവന്റെ കൂട്ടാളികളും നരകത്തിലാണ് എന്ന്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദിലെ 77-ാമത്തെ ആയത്തു മുതൽ വായിച്ചു നോക്കിയാൽ ഏതൊരു വിശ്വാസിക്കും ഇത് മനസ്സിലാകില്ലേ? അല്ലാഹു തആല പറയുന്നത് കാണാം, ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ഇബ്ലീസിനോട് പറയാൻ, നീ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോ, നീ ശപിക്കപ്പെട്ടവനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വ ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. ഖിയാമത്ത് നാൾ വരെ നിന്റെ മേൽ എന്റെ ലഅനത്തുണ്ട്. അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞതല്ലേ. ഇനി ഇതിന് മാറ്റമുണ്ടാകുമോ? അതിന് മാറ്റം വരുത്താൻ ആർക്കാണ് കഴിയുക? അള്ളാഹുവിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ലാ തബ്ദീല ലികലിമാത്തില്ല എന്ന് വ്യക്തമായി പഠിപ്പിച്ചതല്ലേ. അപ്പൊ അല്ലാഹു തആല നരകത്തിലാണ് എന്നും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഇബ്ലീസ് എക്കാലവും
ശപിക്കപ്പെട്ടവനാണ് എന്നും പഠിപ്പിക്കുമ്പോൾ ഈ ചങ്ങാതി പാട്ടെഴുതുകയാണ് മടവൂരിന് വേണമെങ്കിൽ ഇബിലീസിനെ പഴയതുപോലെ ആക്കാൻ കഴിയുമെന്ന്. എങ്ങനെയുണ്ട് ഹാരിസ് മദനിന്റെ ചോദ്യം? മൂപ്പര് ചോദിക്കാണ്, എങ്ങനെയാണ് അള്ളാഹു ശപിച്ച ഇബ്ലീസിനെ നന്നാക്കാൻ മടവൂരിന് കഴിയുക? ഒരു ആശ്ചര്യത്തിലുള്ള ചോദ്യമാണ്. അതെന്തോട് ഹാരിസ് മദനി കഴിയൂലേ? അള്ളാഹുവിന് കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഔലിയാക്കൾക്ക് കഴിയുന്നാണല്ലോ നിങ്ങളെ ഉസൂല്, നിങ്ങളെ അടിത്തറ, നിങ്ങളെ വിശ്വാസത്തിന്റെ അടിത്തറ അതാണല്ലോ. അള്ളാഹുവിന് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഔലിയാക്കൾക്കും കഴിയും. അതിൽ ഒന്നും ഒഴിവല്ല, ഒന്നും. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കഴിയും, ഇന്ന കാര്യങ്ങൾ കഴിയൂല എന്നുള്ള വാദങ്ങൾക്കില്ല. എല്ലാ കാര്യങ്ങളും കഴിയുന്ന. അപ്പോ അള്ളാഹു ശപിച്ച ഇബ്ലീസിനെ നന്നാക്കാൻ മടവൂരിനെ കൊണ്ട് കഴിയൂലേ? നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ അത്ഭുതം? നിങ്ങൾക്ക് എവിടുന്ന് ഈ മാറ്റം വന്നത്? എന്നിട്ട് മൂപ്പര് ഖുർആനിൽ ആയത്തോതിയിട്ട് പറയാണ്, അള്ളാഹു കാലാകാലത്തിലേക്ക് ശപിച്ച ഇബ്ലീസ്, ആ ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാണ്, ഖിയാമത്ത് നാൾ വരെ ശപിക്കപ്പെട്ടവനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഖണ്ഡിതമായി പറഞ്ഞിരിക്കെ അതിനെതിരെ ഒരുത്തം പാട്ട് പാടാൻ പറ്റുമോ? അതിനെതിരെ ഒരു നിയമം ഉണ്ടാകുമോ എന്നാണ് മൂപ്പര് ചോദിക്കണത്. എടോ, നിങ്ങളെ എല്ലാ അടിസ്ഥാന വിശ്വാസം പരിശുദ്ധ ഖുർആനിനെതിരല്ലേ? നിങ്ങൾ പറഞ്ഞിടത്തോളം പരിശുദ്ധ ഖുർആനെതിരായിട്ട് നിങ്ങളൊന്നും പറയലില്ല, പ്രവർത്തിക്കലില്ല. നിങ്ങൾ അടിത്തറ തന്നെ, ഈ സമസ്ത എന്ന് പറയുന്ന ഈ സൂഫി വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ പരിശുദ്ധ ഖുർആനെതിരാ. എന്താ നിങ്ങൾ അടിസ്ഥാന വിശ്വാസം തന്നെ? അല്ലാത്ത ഏത് ഔലിയാക്കളോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കാം, അള്ളാഹിനോട് ചോദിക്കണം, എല്ലാ കാര്യം ചോദിക്കാം. അത് പരിശുദ്ധ ഖുർആനിനെതിരല്ലേ? അല്ലേ? അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് അത് ചെയ്യുന്നത്, ഞാനാണ് നിയന്ത്രിക്കുന്നത്, ഞാനാണ് മഴ തരുന്നത്, ഞാനാണ് റിസ്ക് തരുന്നത്, ഞാനാണ് മരിപ്പിക്കുന്നത്, ഞാനാണ് ജീവിപ്പിക്കുന്നത്. അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളെ മടവൂരടക്കമുള്ള ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്യും എന്ന് നിങ്ങൾ പരസ്യമായി പ്രസംഗിച്ചിട്ടും എഴുതിയിട്ടുമില്ലേ? എന്താ ഇപ്പൊ മാത്രം ഒരു തലതിരിച്ചില്? ഓരോന്നിന്റെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ തരാം. നിങ്ങൾ പറഞ്ഞു കൂട്ടിയ തോന്നിയാസത്തിന്റെയും കുഫ്രിയത്തിന്റെയും ഷിർക്കിന്റെയും ഹാരിസ് മദനിക്കടക്കം തള്ളാൻ കഴിയാത്ത ഉസ്താദുമാര് പുലമ്പിയ ഓരോ കുഫ്രിയത്തിന്റെ വാചകങ്ങളും ഇൻഷാ അല്ലാഹ് ഇതിൽ ക്ലിപ്പ് വരും. ഈ ഹാരിസ് മദനടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഊരും പേരില്ലാത്ത ഈ കുട്ടി ശൈത്താണ്ടല്ല, ഈ പിശാച് കുട്ടി, ഈ പാട്ടുപാടി ഈ ചെക്കൻ പാടുമ്പോൾ മാത്രമേ ഇവർക്ക് ഇത് പ്രശ്നമുള്ളൂ. ഇവരെ തലതൊട്ടപ്പന്മാരായ ഹോജാക്കന്മാരും ഇവരെ കേരളത്തിലെ ഉസ്താദുമാരും ഇതിനേക്കാളും വലിയ എന്തെല്ലാം കുഫ്രിയത്ത് വളമ്പിയിട്ടുണ്ട് ഇവിടെ. ഇവർക്ക് തള്ളാൻ കഴിയാത്ത ആളല്ലേ ഇവർ. ഷെയ്ഖുൽ അക്ബർ എന്ന് പറയുന്ന ഇബ്നു അറബി എന്ന് പറയുന്ന ശൈത്താൻ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ കാഫിറാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്ത ഇബ്നു അറബി ഇതിലും വലിയ തോന്നിയാസം പറഞ്ഞിട്ടില്ലേ? അയാളെ കിതാബിൽ എന്തെല്ലാം തോന്നിയാസങ്ങളുണ്ട്. ഹാരിസ് മദനി തള്ളൂ? എന്താ ഇബ്ലീസിനെ പറ്റി പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ? അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ശപിച്ച വേറൊരു വ്യക്തിയാണല്ലോ, വേറൊരുത്തനാണല്ലോ ഫിറഔന്. ആ ഫിറോവിനെ കുറിച്ച് എന്താ പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളിൽ ഫിറോവിന്റെ വിശ്വാസത്തെക്കുറിച്ചും ഫിറോവിന്റെ നിലപാടിനെ കുറിച്ചും അള്ളാഹു അവനെ ശപിച്ചതിനെ കുറിച്ചും മുക്കിക്കൊന്നതിനെ കുറിച്ചും എത്ര ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്തായിരുന്നു ഫിറോവിന്റെ വാദം? ഫഖാല അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളാണ് ഫിറോവിന്. ആ ഫിറോവിനെ കുറിച്ച് ഇവലെ വലിയ ഹോജയായ ഇബ്നു അറബി അവന്റെ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന പിറ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു, ഫസാറൽ മൗതു ഫീഹി ഷഹാദതൻ ഖാലിസതൻ ബരീഅതൻ ലൻ തതഖല്ലഹ മഅസിയതൻ, ഒരു തിന്മയും പ്രവേശിക്കാത്ത പൂർണ്ണമായ ശുദ്ധമായ ഷഹാദത്തിലാണ് ഫിറഔൻ മരണപ്പെട്ടത് എന്ന് നിങ്ങളുടെ ഹോജയായ ഷെയ്ഖുൽ അക്ബർ എന്ന് പറയുന്ന നിങ്ങളുടെ ഇബ്നു അറബി എഴുതി വെച്ച പിറ കിതാബിലുണ്ട്. തള്ളടോ ഹാരിസ് മദനി, ആ പിറ കിതാബ് വലിച്ചെറിയടോ, എന്നിട്ട് ഈ ചെക്കന്റെ മക്കിട്ട് കയറാ. ഇവര് തലയിലേറ്റി ആദരവോടുകൂടി കൊണ്ടു നടക്കുന്ന ആളാണ് ഇബ്നു അറബിയും അയാളുടെ ഫുതുഹാത്തുൽ മക്കിയ എന്ന കിതാബും. ആ കിതാബിലുള്ളതാണ് എന്ത്? ഒരു തിന്മയും പ്രവേശിക്കാത്ത പൂർണ്ണമായ ശുദ്ധമായ ഷഹാദത്തിലാണ് ഫിറഔൻ മരണപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഫിറഔൻ വലിയാണ്. അപ്പൊ നിങ്ങൾ പറയണ്ടേ ഫിറഔൻ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ഫിറഔൻ റളിയല്ലാഹു അൻഹു, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയേണ്ടത്? പരിശുദ്ധ ഖുർആന്റെ ഖണ്ഡിതമായ നിയമങ്ങൾക്ക് എതിരാണത്രേ ഈ പാട്ട്. അതാണ് ഹാരിസ് മദനിന്റെ വലിയ ബേജാറ്. എടോ, ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആന്റെ ഖണ്ഡിതമായ ആയത്തുകൾക്കെതിരെയാണ് നിങ്ങളുടെ അഖീദ മുഴുവനും. അഖീദ മാത്രല്ല, നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾ നബിദിനത്തിന് എന്താ സാധാരണ തെളിവ് പറയാറുള്ളത്? പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ദ്രോഹിച്ച, അങ്ങേയറ്റം പീഡിപ്പിച്ച അബൂലഹബ്, ആ അബൂലഹബ് നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഏതോ ഒരു അടിമനെ മോചിപ്പിച്ചു. അതുകൊണ്ട് അബൂലഹബിന് നരകത്തിൽ നിന്നും കൈവിരലിന്റെ ഉള്ളിലൂടെ വെള്ളം വരുന്നു എന്നല്ല നിങ്ങളൊരു തെളിവ്? നബിദിനത്തിന് കാര്യമായിട്ടുള്ള തെളിവ് അതാണ്. ആരാ അബൂലഹബ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ശപിച്ച വേറൊരു കഥാപാത്രം.
തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂ ലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെടുകയില്ല, അവന്റെ ഒരു പ്രവർത്തനം അവന് ഗുണം ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയാ. എന്നിട്ട് ഇവർ പറയാണ് ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് നേരെ എതിരാണ് ബലവാദം. അബൂ ലഹബ് നബിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു അടിമനെ മോചിപ്പിച്ചു, അങ്ങനെ നരകത്തിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നു. ഇത് പരിശുദ്ധ ഖുർആനിലെതിരല്ലേ? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഏത് വാദ പരിശുദ്ധ ഖുർആന് അനുകൂലമായിട്ടുള്ളത്? നിങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും എല്ലാ ആദർശങ്ങളും പരിശുദ്ധ ഖുർആനിനെതിരാണ്. ഏതൊരു ശൈത്താൻ ചക്കം പാട്ടുപാടി തങ്ങളെ പ്രശ്നല്ലേ? ഹാരിസ് മദനി ആർജവമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ, നിലപാടിൽ സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങളെ കാന്തപുരമൊല്ലടക്കുള്ള സകല ആൾക്കാരെ നിങ്ങൾ ചവറ്റുകുട്ടയിലേക്ക്, കുപ്പത്തൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടി വരും. ഓരോന്ന് ഞാൻ തെളിവ് കാണിച്ചു തരാം. അള്ളാഹുവിന്റെ പ്രവർത്തനം അത് അതുപോലെ തന്നെ ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞതിന്, നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതിന് 1, 2, 10, 100 തെളിവ് കണ്ടോ? ആദ്യം വലിയ ഹോജ കാന്തപുരമൊല്ലാക്ക് തന്നെ വരട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി ഫിദാറൈൻ. ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ്. അതിനാർക്കും സംശയം വേണ്ട. സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവർകൾ 1ാം നമ്പർ ഭരണാധികാരി. എന്തിനെയാണ് ഭരിക്കുന്നത്? ആത്മാവിനെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹബത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ്. കേട്ടോ, ഹാരിസ് മദനിക്ക് എന്തു പറയാനുണ്ട്? വലിയ ഹോജകളി പൊലമ്പിടുന്നത്. എന്താ പറഞ്ഞത്? നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ നിയന്ത്രിക്കുന്നത് ഈ മടവൂരാണ്. ഏത് മടവൂര്? ഈ മാനസിക രോഗി മടവൂര്. തലക്ക് വെളിവില്ലാതിരുന്ന, തേരാപ്പാര നടന്നിരുന്ന, ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങൾക്കും എതിര് പ്രവർത്തിച്ചിരുന്ന ഈ മടവൂരാണ് നമ്മളുടെ എല്ലാവരുടെയും ആത്മാവിനെ നിയന്ത്രിക്കുന്നത്. ആരോടും ആത്മാവിനെ നിയന്ത്രിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു വലിയന്, ഏതെങ്കിലും ഒരു നബിക്ക് സ്വന്തം ആത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയോ? എന്നല്ലേ മറ്റുള്ള ആത്മാവിന്? ഇത് ലോകത്തുള്ള സകല മനുഷ്യരുടെയും ആത്മാവിനെ നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തലല്ലേ? ഇതിനെ കുറിച്ച് എന്താ ഹാരിസ് മദനിക്ക് പറയാനുള്ളത്? നിങ്ങൾ ഏതെങ്കിലും തലക്ക് വെളിവില്ലാത്ത ശൈത്താനിയത്ത് തലയിൽ കയറിയ ഏതെങ്കിലും ചെക്കന്മാർ എന്തെങ്കിലും പാട്ടുപാടി എന്ന് പറഞ്ഞിട്ട് ഓല മണ്ടയ്ക്ക് കയറുന്നതിന് മുമ്പ് ഈ വലിയ ഉസ്താദ് ഉണ്ടല്ലോ, വലിയ ഇബ്ലീസിന്റെ കോലം കെട്ട കാക്ക, ഇയാൾ പറഞ്ഞ ഈ തോന്നിയാസത്തിനെതിരെ എന്താ ഹാരിസ് മദനിക്ക് പറയാനുള്ളത്? എടോ, നിന്റെ ഉസ്താദായ, നിന്റെ നേതാവായ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ വൃത്തികെട്ട മനുഷ്യൻ, ഇയാൾ ഉഴുതുമറിച്ച ശിർക്കിന്റെയും കുഫറിന്റെയും ഖുറാഫാത്തിന്റെയും മണ്ണിലാണ് ഇവിടെ സകലമാന വിഷച്ചെടികളും വിഷക്കൂണുകളും പൊട്ടിമുളച്ചതും പൂത്തതും കായ്ച്ചതും പടർന്നു പന്തലിച്ചതും. അറിയോ നിങ്ങൾക്ക്? നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? കേരളത്തിൽ സകലമാന ഖുറാഫാത്തിന്റെയും സകലമാന വിശ്വാസ വൈകല്യത്തിന്റെയും മൂലക്കല്ലി ചങ്ങായിയാണ് ഇയാൾ. ഇത് കേട്ടിട്ടാണ് പിന്നീട് വന്ന ഓരോ ചോട്ടായി ഇബ്ലീസുകളും അത് ഏറ്റുപാടിയതും പ്രചരിപ്പിച്ചതും. കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഇങ്ങനെ ആകുമ്പോ പിന്നെ ബാക്കിയുള്ള കാര്യം പറയാണ്ടോ? വേറൊരു കളവൻ കാക്ക മടവൂരിനെ കുറിച്ച് പറഞ്ഞു കേട്ടോളി. നമ്മുടെ ഉടമക്കാരൻ മടവൂരാണ് കേട്ടോളി. സർവശക്തൻ അല്ലാഹു മഹാനായ ഖുത്ബുൽ ആലമീന്റെ, അതെന്ത് പേരുമാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നമുക്ക് ആചാര്യപ്പാപ്പ പറഞ്ഞ ഉടമക്കാരൻ, നമുക്കുള്ള ഉടമക്കാരൻ അത് ശൈഖുന മടവൂരാണ്. അവരുടെ അതത് മദത്, അവരുടെ കാവൽ, അവൾക്കുള്ളതായിരിക്കുന്ന ആ സിൽസില, അതിൻ്റെ അകത്ത് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരു ലോകത്തും വിജയത്തിൻ്റെ അഹ്ലിയരാക്കി തീർക്കുമാറാകട്ടെ. കേട്ടില്ലേ? ഇതേതാ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽ ആദ്യം ഇവിടെ ഇതിനെ. അപ്പൊ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ പൊലമ്പണിച്ചെങ്ങായി മുക്കി മൂളിയിട്ട് എന്ത് ഈ ശൈഖുന ഖുത്ബുൽ ആലം, അതിനിപ്പോ എന്ത് പേര് വിളിച്ചാലും നമ്മൾ കുഴപ്പമില്ല, എന്തും വിളിക്കാം. ആണ് ലൈസൻസ് കൊടുക്കാണ്. എന്ത് തോന്നിയാസം പാടാനും പറയാനും വിളിക്കാനും ലൈസൻസ് ആണ് കൊടുക്കുകയാണ്. ആ മടവൂരുണ്ടല്ലോ, ആ മടവൂരാണ് നമ്മളെ ഉടമക്കാരൻ. സാധാരണ നമ്മൾ പറഞ്ഞെന്താ, അള്ളാഹ് നമ്മളെ ഉടമക്കാരൻ. ഏറ്റവും വലിയ ഉടമക്കാരനായിട്ട് നമ്മൾ അള്ളാഹിനെ പരിചയപ്പെടുത്തല്. പക്ഷെ ആ മടവൂരാണ് നമ്മളെ ഉടമക്കാരൻ. മടവൂരിനെ വിട്ടിട്ടൊരു കളി വിൽക്കില്ല. ഏത് രംഗത്താണോ മടവൂരിനെ വിട്ടൊരു കളി ഇങ്ങൾക്കുള്ളത്? ഏത് രംഗത്താണുള്ളത്?
ഈ മടവൂർ എന്ന് പറയുന്ന ഈ മാനസിക രോഗിയെ അള്ളാന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ എത്ര തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? എത്ര നിങ്ങൾക്ക് വേണ്ടത്? ഇത് വെറുതെ ഓരോരുത്തന്മാർ ഓരോ മണ്ടി നിർത്തി പറയല്ല. ഇവരുടെയൊക്കെ മൂലഗ്രന്ഥങ്ങളായ കുറെ ശൈത്താനിയത്ത് ബാധിച്ച കിതാബുകളുണ്ട്, കുറെ പീറ കിതാബുകളും കീറ കിതാബുകളും. സഹോദരങ്ങളെ, ഇവരുടെ ഹോജാക്കന്മാരായ യൂസുഫ് നബ്ഹാനി, അബ്ദുൽ വഹാബ് ഷാറാനി, ഇബ്നു അറബി തുടങ്ങിയ കുറെ കാട്ട് ഖുറാഫികൾ എഴുതിവിട്ട പീറ കിതാബുകളും കീറ കിതാബുകളും സൂഫി കിതാബുകളും ഇത്തരത്തിലുള്ള കൊടിയ ശിർക്കും കുഫറും കുത്തി നിറച്ച ക്ഷുദ്രകൃതികളുണ്ട് ഇവിടെ. അതാണ് ഇവരുടെ മൂലഗ്രന്ഥം. അതിനെടുത്തിട്ടാണ് അവർക്ക് പറയണത്. ഇനി ഇതേതാ ചെങ്ങായി, ഞങ്ങൾക്ക് അറിയില്ല ഹാരിസ് മദനി കൈയാകാൻ നിൽക്കണ്ട. ഈ സാക്ഷാൽ കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ കൈ കൊണ്ട് സനത് വാങ്ങിയ ഒരു സക്കാഫി ഉണ്ടല്ലോ, പിലാക്കര പിരാന്തൻ ബഷീർ സക്കാഫി. അച്ചങ്ങായി പ്രസംഗിതൊന്ന് കേട്ടു നോക്ക്. നമ്മൾ പല പ്രാവശ്യം ഇട്ട ക്ലിപ്പാണ്, എന്തായാലും കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തി. അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട്. പക്ഷേ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബ്ദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യുക. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്നാ പറയാം. ഓരോ ഇസ്മും അച്ചൽക്കാണ് പിന്നെ അടിമക്ക് തുലാക്കാക്ക്. റഹീം, മലിക്ക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിന്, മുഹൈമിന്, ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. അടിമയെക്കുറിച്ച് അല്ലാഹു തആല ഹുറാക്കി. അടിമ അൽ ഹുർരിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാം. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ, ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാനേ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ളാഹ് പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക, വലിയ സംസാരിക്കുക. CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അത് വേണ്ട, അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല, അത് വേണ്ട, ഞാൻ ബാത്തിലാക്കി, ഇങ്ങനെയൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പൊ എന്താ ഇവൻ പറഞ്ഞത്? ഈ വലിയ എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, അവർ തലയേറ്റിക്കൊണ്ടിരിക്കണ ഈ സാധനങ്ങള്, ഇവരൊരു മക്കാമാണ് കഴിഞ്ഞ് വേറൊരു ദർജയ്ക്കാണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ പോലെയാണ്. പിന്നെ അബ്ദുൽ ഖാദർ ഇല്ല, ഇവന്റെ പേര് അബ്ദുൽ ഖാദർ ആണെങ്കിൽ പിന്നെ അബ്ദുൽ ഖാദർ അല്ല, ഖാദർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവന്റെ പേര് അബ്ദുറഹ്മാൻ അൻസീല് അബ്ദുല്ല, അബ്ദു കട്ട് ചെയ്തു. പിന്നെ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് എത്തിയല്ലോ. പിന്നെ റഹ്മാനായി, റഹീമായി. പിന്നെ അള്ളാഹു സംസാരിക്കുന്നത് പോലെ വലിയ സംസാരിക്കും, അള്ളാഹുവിന്റെ ഭാഷയിൽ സംസാരിക്കും. അപ്പൊ അള്ളന്നെ സാധനം അള്ളന്നെ ആ ദറജയിലെത്തിയിരുന്നു മടവൂര്. ഇതുപോലെ വിശ്വാസമാണ്, അടിസ്ഥാനപരമായ വിശ്വാസമാണ്. മനസ്സിലായോ? ഇത് ഏതായി സാധനം? ഇത് മർക്കസിന്ന് കാന്തപുരത്തിന്റെ കൈകൊണ്ട് ബിരുദം വാങ്ങി, സക്കാഫി ബിരുദം വാങ്ങി ചെങ്ങായിയാണ് ഈ ചെങ്ങായി, പിലാക്കൽ അബ്ദുൽ ബസീർ സക്കാഫി. ഈ കാട്ടുമാക്കാനെന്ന് എതിർക്കാൻ ഇന്ന് വരെ ഹാരിസ് മദനി തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ എതിർക്കാൻ കഴിയില്ല. അവൻ സാധാരണക്കാരനല്ല. ഇവൻ നിരവധി അനവധി ബൃഹത്തായ പിറ കിതാബുകൾ കീറ കിതാബുകൾ കുത്തിക്കുറിച്ച ഒരു കാട്ടുഖുറാഫിയാണ് അവൻ. അവൻ്റെ പ്രശസ്തമായ ഒരു ക്ഷുദ്രകൃതി ഉണ്ട്. എന്ത്? മൗലിദുൽ ഹുസ്നൈൻ. 500 ജില്ല 600 ജില്ല പേജുള്ള ഒരു ചവർ സാധനം. അതിന്റെ ഒരു ഷറഹ് ഇവൻ തന്നെ എഴുതിയിട്ടുണ്ട്, മത്രദുൽ ഹുസ്നൈൻ. അതും ഇതേമാതിരി എല്ലാ തോന്നിയാസങ്ങളും കുഫ്രിയത്തും ഷിർക്കും ഖുറാഫാത്തും കുത്തി നിറച്ച വേറൊരു ക്ഷുദ്രകൃതി. എന്നിട്ട് ഇതിങ്ങനെ അതിന്റെ ഓരോ വരികളും ഇങ്ങനെ പാടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്ലാസ് എടുക്കും. ഒരു 8-10 സാധനങ്ങൾ സാധാരണക്കാര് പൊട്ടം പുണ്ണാക്കുന്ന മാതിരി ഒന്നും മനസ്സിലാകാത്തവന്റെ തൊള്ളേക്ക് ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് ഇങ്ങനെ തൊള്ളയും പൊളിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും. അതാണ് അവന്റെ കലാപരിപാടി. ഇവനെന്ന് എതിർക്കാൻ ഹാരിസ് മദനിക്ക് ധൈര്യമുണ്ടോ? ഉണ്ടാവൂല. കാന്തപുരത്തിന്റെ അരുമ ശിഷ്യനാണ്, മർക്കസിലെ അധ്യാപകനായിരുന്നവൻ. ഇവൻ പറഞ്ഞു കൂട്ടിയ തോന്നിയാസങ്ങളും കുഫ്രി എത്രത്തോണ്ട് സഹോദരങ്ങള്, എത്ര ഞാൻ പുറത്തുകളുണ്ടെന്ന് അറിയോ? കഴിഞ്ഞില്ല. ഇനി വേറെ സക്കാഫി, കാന്തപുരത്തിന്റെ അരുമശിഷ്യനായ കാരന്തൂർ മർക്കസിൽ നിന്ന് ഉപ്പും ചോറും തിന്ന് അവിടുന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ വേറെ ശൈത്താൻ അബൂബക്കർ സക്കാഫി. അവൻ പറയുന്നത് കേട്ടു നോക്ക്. ഒന്നേരായ ശൈഖുനാ ഖുത്ബുൽ ആലം ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എത്ര വാചകങ്ങൾ ശൈഖുനാ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ആളാണ് ഞാൻ എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പലരോടും പലതും ശൈഖുന പറഞ്ഞില്ലേ. അതിൽപ്പെട്ടതാണ് ഷെയ്ഖുനായുടെ അടുത്തൊരു മുഹബ്ബിനോട് പലരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഓരോരുത്തരെ ഉദ്ധരിക്കുന്നത് നമ്മളോട് പറഞ്ഞവർ എന്ന നിലയിലാണ്. ഷെയ്ഖുനായുടെ അടുക്കൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന മുഹബ്ബിനോട് ഷെയ്ഖുന പറയാം, നോക്കൂ ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല കേട്ടോ. അതാണ്, ഇവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ അവരറിയണം. ആ രൂപത്തിൽ ഈ പ്രത്യക്ഷ ലോകത്ത് തന്നെ അവർക്കുള്ള തസറുഫ് തന്നെയാണ് മഹാന്മാർ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇലയനക്കങ്ങൾ അവരറിയും. മഹാനരായ യൂസുഫ് നബ്ഹാനി തങ്ങൾ അവിടുത്തെ അഫ്ളലുസ് സ്വലവാത്ത് അലാ സയ്യിദി സാദാത്ത് എന്ന ഗ്രന്ഥത്തിൽ ശൈഖുൽ അക്ബർ ഇബ്നുൽ അറബി തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഫലാ തതഹറകു ദർറത്തുൻ ഫിൽ കൗനി ഇല്ലാ ബിഇൽമിഹി.
ലോകത്ത് ഒരു അണു പോലും ചലിക്കുകയില്ല ഇല്ലാ ബിഇൽമിഹി. ആ അൽ ഖുതുബിന്റെ ഖുതുബ് ദായിറത്തുൽ വജൂദിന്റെ അറിവില്ലാതെ ഒരു അണു പോലും ചലിക്കൂല. വലാ തസ്കുന ഇല്ലാ ബിഹുക്മിഹി ലിഅന്നഹു മദ്ഹറുൽ ഹഖ് വമഅദിനുസ് സിദ്ഖ്. അവരെ ഹുക്മ പ്രകാരമാണ് ഇവിടെ ചലന നിശ്ചലനങ്ങൾ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. റിഫായി ശൈഖ് തങ്ങൾ അതേ വാചകം പറഞ്ഞല്ലോ. കവാകിബ് ദുരിയയിൽ കാണാം, അൽ ഖുതുബുൽ ഗൗസ് യുത്ലിഉഹു അല്ലാഹു അലാ ഗൈബിഹി ഫലാ തംബുതു ശജറത്തുൻ വലാ തഖ്ദുറു വറഖത്തുൻ ഇല്ലാ ബിഇൽമിഹി. അവരെ ഇൽമില്ലാതെ ഒരു മരവും ഇവിടെ മുളക്കുകയില്ല, ഒരൊറ്റ ഇല പോലും പച്ചിലയായി വരികയില്ല, പച്ചപ്പ് വരില്ല ഇല്ലാ ബിഇൽമിഹി, അവരെ അറിവില്ലാതെ. അപ്പൊ ഈ ചലന ഇഷ്ടലങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നവർ തന്നെയാണത്. അതല്ലേ ഗൗസുല്ലാദം പറഞ്ഞത്, വഅഅലാമു നബ്തൽ അർളി കം മിൻ നബാതതി വഅഅലാമു റംലൽ അർളി കം ഹുവ റംലതി. ലോകത്തുള്ള സസ്യലതാദികളുടെ ഒക്കെ എണ്ണങ്ങൾ എനിക്കറിയാം, മണൽത്തരികളുടെ കണക്കുകൾ എനിക്കറിയാം. അതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളല്ല, എല്ലാം അറിയുന്നത് തന്നെയാണ്. അപ്പൊ എന്താ ഈ ശൈത്താൻ പറയണത്? മടവൂര് പലരോടും പറഞ്ഞിട്ടുണ്ട് അത്രേ, എന്ത് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആളാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പലരോടും പലതും ശൈഖുന പറഞ്ഞിട്ടുണ്ട്. പിരാന്തന്മാർ അങ്ങനെ എന്തൊക്കെ പറയും? കാണുന്ന ആൾക്കാരോട് മുഴുവൻ പറയില്ലേ? എല്ലാരോടും പറയില്ലേ? പണ്ടൊരു കോമഡി ഉണ്ടായിരുന്നു. കേരള മുഖ്യമന്ത്രിയായിരുന്ന നായനാര് ഊളംപാറ സന്ദർശിക്കാൻ പോയ കഥ. അപ്പോൾ ഒരു സെല്ലിൽ ചെന്നിട്ട് ഒരു ഭ്രാന്തനോട് പറഞ്ഞത്രേ, ഞാൻ കേരള മുഖ്യമന്ത്രിയാണെന്ന്. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, സാരല്ല, ഞാൻ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം കിടന്നപ്പോൾ എനിക്ക് ആശ്വാസമുണ്ട്, നിങ്ങൾക്ക് മാറിക്കോളൂ എന്ന് പറഞ്ഞത്രേ. അതുപോലെ ഭ്രാന്തന്മാർ എന്തൊക്കെ ആരോടൊക്കെ എന്തൊക്കെ പറയും. അങ്ങനെ ഒരു വർത്താനാണ് മടവൂർ പറഞ്ഞത്. ഞാനാണ് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് മടവൂർ അങ്ങനെ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല, ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങുകയില്ല. ഈ പ്രപഞ്ചത്തിലുള്ള മരങ്ങളിൽ നിന്ന് ഒരു ഇല പോലും ഞാൻ അറിയാതെ വീഴുകയില്ല, അനങ്ങുകയില്ല എന്ന് മടവൂര് പറഞ്ഞിട്ടുണ്ട്. ഇത് മടവൂര് മാത്രല്ല, ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ അസില് കെടുക്കുന്നുണ്ട് വേറെ സ്ഥലത്താ. അല്ലാതെ ഒരു പുതിയ ഇബ്ലീസ് ചക്കൻ പാട്ടുപാടിയ വിഷയമൊന്നുമല്ലത്. ഇയാൾ പറയണ്ടേ എന്ത്? യൂസുഫ് നബ്ഹാനി പറഞ്ഞു, ഇബ്നു അറബിയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അതുപോലെ തന്നെ റിഫായി ശൈഖ് പറഞ്ഞു. എല്ലാത്തിനും ഇവർക്ക് തെളിവുണ്ട്. ഈ ലോകത്ത് കുത്തുബ് ഔലിയ അറിയാതെ വലിയ അറിയാതെ ഒരു ഇല പോലും അനങ്ങുകയില്ല. സകല സസ്യലതാദികളുടെയും ചെറു ചലനങ്ങൾ പോലും ഞങ്ങൾക്കറിയാം, ഔലിയാക്കൾക്കറിയാം എന്നാണ് ഇവരുടെ വിശ്വാസം. ഇതിൽപ്പെട്ട ആളാണ് മടവൂർ എന്നവർ പറയണത്. മടവൂർ അറിയാതെ ഒരു ഇല പോലും അനങ്ങുകയില്ല എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഈ കുത്തുബുല്ലാലും മുദബ്ബിറുല്ലാലും എന്നൊക്കെ പറഞ്ഞ ഈ മാനസിക രോഗം ഉണ്ടല്ലോ, അച്ചങ്ങായിക്ക് മാവേദ പ്ലാവേദ എന്ന് പോലും തിരിച്ചറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അന്തല്ലാത്തൊരു മാനസിക രോഗിയായിരുന്നു അയാള്. ഇത് ഞാൻ പറയല്ല, ഇവരെന്നെ പറയട്ടെ. അപ്പോൾ ഒരു ദിവസം ഞാൻ നടന്നു പോകുമ്പോഴേ ഒരു മരത്തിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ആ മരം ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള മരമാണ്. കാരണം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആ മരത്തിന് കൊണ്ട് ഒരു കായ് പറിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മരം നല്ല പരിചയമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഷെയ്ഖുന പറഞ്ഞ് പ്ലാവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം പ്ലാവല്ല, മരം നമ്മളെ ഈ അസ്മാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലയില്ലേ, ആ ഇല ആ മരമാണത്. അപ്പം ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുട്ടി പറഞ്ഞ് പിലാവെല്ലാം ചെറിയൊരു ഇലയുണ്ട്, ചെറിയ ഇല പിലാവെല്ലാം എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാത്തോണ്ട് അസ്മാന്റെ ഇലയുടെ പേരും അറിയില്ല. ആ അതാ അസ്മാ എഴുതിയിട്ട് കൊടുക്കുന്ന സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്, പേരറിയില്ല. ആ സാധനത്തിൻ്റെ അതിനൊരു പേരുണ്ടല്ലോ. അപ്പോൾ ആ പിലാവെല്ലാം എന്ന് പറഞ്ഞപ്പോൾ ആ കൂടെയുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവർ കുട്ടിയോട് പറഞ്ഞ് നിങ്ങളൊന്നും പറയണ്ട, അതായത് പിലാവോ മാവൊന്നും നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും അത് അറബികളായി പോകണ്ടാന്ന് കേട്ടില്ലേ സഹോദരങ്ങളെ? ഇതാണ് ഇയാളുടെ അവസ്ഥ. നമ്മൾ കുറ്റം പറയില്ല, മാനസിക രോഗിയല്ലേ. ഒരു മനുഷ്യന് മാനസികമായി കഴിഞ്ഞാൽ അതുവരെ ഉപയോഗിച്ച സാധനത്തിന്റെ പേര് പോലും ചിലപ്പോൾ മറക്കും. ട്രൗസർ ഏതാ ബ്രൈസർ ഏതാ മറക്കും ചിലപ്പോ. അതൊരു രോഗമാണ്, അത് അങ്ങനെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആയിരുന്നു ഇയാൾക്കും. ഇയാൾക്ക് പ്ലാവേതാ മാവേതാന്ന് തിരിച്ചറിയില്ലായിരുന്നു. ഏതോ ഒരു മരത്തിന്റെ ഇല കണ്ടിട്ട് ഇത് പ്ലാവല്ലേ എന്ന് ചോദിച്ചത്ര മുപ്പര്. പ്ലാവ് പറഞ്ഞ സാധനം എന്താണെന്നുള്ളതും അതിലാണ് ചക്ക ഉണ്ടാകലെന്നും 2.5 വയസ്സുള്ള എൻ്റെ പേരക്കുട്ടി പറയും. അപ്പൊ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന കുത്തുബുല്ലാലമായ മുദബ്ബിറുൽ മടവൂരിന് അതുപോലും അറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ള മാനസിക രോഗിയായ ഒരു മടവൂരിനെ പിടിച്ചിട്ടാണ് ഇവര് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആള്, 18,000 ആലം നിയന്ത്രിക്കുന്ന ആള്, അർശ് നിയന്ത്രിക്കുന്ന ആള്, കുർസി നിയന്ത്രിക്കുന്ന ആള്, മലക്കുകൾ പോലും ഈ മടവൂരിന്റെ തുപ്പലിനും വേണ്ടി കൈ നീട്ടി നിൽക്കുന്നൊക്കെ ബടായി കൊടിയ കുഫ്രിയത്തിന്റെയും ഷിർക്കിന്റെയും റിദ്ദത്തിന്റെയും വാചകം ഈ പുരോഹിത പിശാചുക്കൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ, എങ്ങനെയൊക്കെ മടവൂരിന് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അള്ളാഹുവിന്റെ കഴിവ് മുഴുവനും മടവൂരിനുണ്ട് എന്നും അള്ളാഹുവിന്റെ സ്ഥാനമാനങ്ങളും അസ്മാഉ സിഫാത്തുകളും മുഴുവനും മടവൂരിനുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഒരു മടവൂരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയില്ല, കേട്ടോളി അടുത്ത കുഫ്രിയത്തിന്റെ വാചകം. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹയാത്ത് കാലത്ത് ഒരാളൊരു മധുണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒന്നുമല്ല, അവിടുത്തെ വസ്തുക്കൾ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. തഫീരീജുൽ ഖാത്തിർ എന്നൊരു കിതാബുണ്ട്, അതിൽ ബഹുമാനപ്പെട്ടവർ ഓസിന്റെ മക്കാമ് പറയുന്നുണ്ട്. ഓസിന്റെ ഒരു മക്കാമ് ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മഷിയാവുകയും മുഴുവൻ മരങ്ങളും പേനയാവുകയും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരുടേതാന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഓസിനോട് എല്ലാവരും ബയ്യത്ത് ചെയ്യണം, എല്ലാ നാട്ടുകാരും എല്ലാ ജീവികളും ജിന്നും മലക്കും മുഴുവൻ ആളുകളും. അങ്ങനത്തെ ഒരു പദവിയാണ് ബഹുമാനപ്പെട്ട സീമുല്ലാന്റെ പദവി. എന്ന് യഥാർത്ഥത്തിൽ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്ന, ചെവിടുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സംഭവമാണ്. കേട്ടില്ല സഹോദരങ്ങളെ, എന്താണ് ഈ കളവനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? എന്താ ഗൗസിന്റെ പദവി കണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിശേഷണങ്ങൾ, ആ പദവികള്, അവരെക്കുറിച്ചുള്ള പൊലിമകള്, അവരെക്കുറിച്ചുള്ള പൊലിവുകള് എഴുതാനും പറയാനും ലോകത്തുള്ള മുഴുവൻ മരങ്ങളും പേനയാക്കിയാലും ലോകത്തുള്ള കടലിലെ മുഴുവൻ വെള്ളവും മഷിയാക്കിയാലും അത് എഴുതിയാലും പറഞ്ഞാലും തീരൂരാന്നാണ് ഇയാൾ ഈ പുലമ്പിയത്. ഏതൊരു പിറ കിതാബിന്റെ പേരും പറയണ്ടേ? എടോ, ഇത് അള്ളാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാചകല്ലേ ഇത്, അല്ലേ? സൂറത്ത് ലുഖ്മാൻ 27-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താ? ഭൂമിയിലുള്ള വൃക്ഷമെല്ലാം പേനയായിരിക്കുകയും സമുദ്രം മഷിയാകുകയും അതിനു പുറമെ 7 സമുദ്രങ്ങൾ അതിനെ പോഷിപ്പിക്കുകയും ചെയ്താലും അള്ളാഹുവിന്റെ വചനങ്ങൾ എഴുതി തീരുകയില്ല. തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. പരിശുദ്ധ ഖുർആനാണ്. ആ ആയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ വിശേഷണങ്ങള് ഇവർ മടവൂരിന് ചാർത്തി കൊടുക്കുന്നു. ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും പേനയാക്കിയാലും എല്ലാ വെള്ളവും മഷിയാക്കിയാലും മടവൂരിനെ പോലെയുള്ള ഇവരായി പിരാന്തൻ ഔലിയാക്കളുണ്ടല്ലോ, അവരുടെ വിശേഷണങ്ങളും ഗുണവിശേഷണങ്ങളും കറാമത്തുകളും പൊലിവുകളും എഴുതിയാലും പറഞ്ഞാലും തീരുകയില്ല എന്നാണ് ഇയാൾ ഈ പറഞ്ഞത്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാൾ സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഈ കാക്ക കൈനടി സുബ്ഹാനല്ലാഹ് കൊടുന്ന് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാത്തത്? അപ്പൊ ഈ ദർജയിൽ പെട്ടതാണ് മടവൂര്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തലക്ക് വെളിവില്ലാത്ത കുട്ടികളല്ല, ഇവർ ആദരിച്ചു കൊണ്ട് നടക്കുന്ന വലിയ വലിയ ഹോജാക്കന്മാരാണ്. ഇയാൾ AP ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവാണ്. കൽത്തറ ഉസ്താദ് എന്നാണ് ഇയാളെ വിളിക്കല്. മനസ്സിലായോ? എന്നാ ഹാരിസ് മദനി എതിർക്കട്ടെ, ഈ പറഞ്ഞത് ശരിയല്ല, ഈ ഔലിയാക്കളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഖണ്ഡിതമായ വിശേഷണങ്ങൾക്ക് എതിരാണ് എന്ന് ഹാരിസ് മദനി പറയട്ടെ. ധൈര്യമുണ്ടോ? ട്രൗസറിലും ഉള്ളും ഹാരിസ് മദനി പറഞ്ഞു കഴിഞ്ഞാല് മഹലിലെ ജോലി പോവും, സംഘടനയിലെ സ്ഥാനം പോവും. ഏതെങ്കിലും അഡ്രസ്സും മേൽവിലാസം ഇല്ലാത്ത ചെക്കന്മാരെ നേർക്ക് കുതിര കയറാന്നല്ലാതെ ഇതുപോലത്തെ ആൾക്കാരെ എതിർക്കട്ടെ ഹാരിസ് മദനി അടുത്ത വീഡിയോയില് കാത്തിരിക്കണം നമ്മള്. ഇനി കഴിഞ്ഞില്ല, ഇതിപ്പോ ഒരു മടവൂരിനെ കുറിച്ച് മാത്രമാണോ അവർ അള്ളാന്റെ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്? ഇവർ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു കൊണ്ട് നടക്കുന്ന എല്ലാ ആളുകളെ കുറിച്ച് ഇവർ പറയാറതാണ്. ഇപ്പൊ ഈ മടവൂർ ട്രെൻഡ് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ വലിയ ട്രെൻഡ് ആയിരുന്നു ആര്? മമ്പറന്തങ്ങള്. മമ്പറന്തങ്ങളിൽ ഇപ്പൊ മുമ്പത്തെ പടച്ചോനെ ഈ 3 പതിറ്റാണ്ടായിട്ട് മടവൂരിന്റെ പോലീസുകളും കറാമത്തുകളും ഇങ്ങനെ കൂടുതൽ പ്രചരിച്ചതിന് ശേഷം മമ്പറന്തങ്ങൾക്ക് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ മമ്പറന്തങ്ങളെയും ഇവർ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. കണ്ടു നോക്ക്. ബഹുമാനപ്പെട്ട മമ്പറത്തെ തങ്ങൾ ഇന്നലേക്ക് ലയിച്ച് ഉടമയുടെ ഔസാഫുകൾ അടിമയായ മാനവர்கள் നേടിയെടുത്തപ്പോൾ ഇതാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ, ഇതാണ് ഉടമയുടെ പവറെങ്കിൽ ഈ പവർ ഇവിടെ മുത്തസിഫായതാണ് ഈ കാണുന്നത്. അങ്ങകെ നിന്ന് വരുന്നതും ആ വീട്ടിൽ ഇവരുടെ കഷ്ടപ്പാടുകളും ഉടമ കാണുന്നത് പോലെ കാണാൻ മഹാനായ മമ്പറത്തെ തങ്ങൾ ഈ ലയനത്തിലൂടെ അടിമ ഉടമയിൽ ലയിച്ചുകൊണ്ടുള്ള ഈ ഇബാദത്തിലൂടെ ഉടമയുടെ ഔസാഫുകൾ മമ്പറത്തെ തങ്ങൾ നേടിയെടുത്തു. ആ നേടിയ പവറാണ് ഈ കാണുന്നത്. ഇതേതാ സാധനം? UK അബ്ദുൽ മജീദ് മുസ്ലിയാര് ഹാരിസ് മദനി തള്ളു ഇയാളെ? നിങ്ങൾക്ക് തള്ളാൻ പറ്റാത്ത ആളാണ് ഇയാളൊക്കെ. ഇയാൾ ഈ വക കുഫ്രിയത്തും ശൈത്താനിയത്തും ഷിർക്കിന്റെ വാചകങ്ങളും റിദത്തിന്റെ വാചകങ്ങളും പറയാനല്ലാതെ ഈ കാക്ക തൊള്ള തുറക്കലില്ല. എന്താ ഇയാൾ ഈ പറഞ്ഞത്? അള്ളാഹുവിൽ അങ്ങോട്ട് ലയിച്ച് അള്ളാഹുവിന്റെ ഔസാഫ് നേടിയെടുത്തു. ആര്? മമ്പറന്തങ്ങള്. എന്താണ് ഈ ഔസാഫ് നേടിയെടുക്കുക എന്ന് പറഞ്ഞാല്? അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളെല്ലാം നേടിയെടുത്തു. എല്ലാം പെടുവില് അതൊക്കെ നേടിയെടുത്തിട്ട് അള്ളാഹുവിനെ പോലെയായി മമ്പറന്തങ്ങള്
എന്നിട്ട് ഉടമ അള്ളാഹു കാണുന്നത് പോലെ കാണാൻ മമ്പ്രന്തങ്ങൾക്ക് കഴിയും. ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടോ ഹാരിസ് മദനി, ഇത് പരിശുദ്ധ ഖുർആനെതിരല്ലേ? ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരല്ലേ? പ്രമാണങ്ങൾക്കെതിരല്ലേ? ഇങ്ങനൊരു വിശ്വാസം അള്ളാഹുവിന്റെ ഖുർആനോ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്തിന് ഈ വിശ്വാസം അറിയോ? അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ പിരാന്ത് തലക്ക് പിടിച്ച കുറെ സൂഫി മൊല്ലമാര് എഴുതിയതും പ്രസംഗിച്ചതുമായ കാര്യങ്ങളല്ലാതെ ഇസ്ലാമിന്റെ അഖീദയുമായി ഈ പേച്ച വിശ്വാസത്തിന് എന്ത് ബന്ധമാണുള്ളത്? ഹാരിസ് മദനി എതിർക്കട്ടെ. എന്തെല്ലാം തോന്നിയാസങ്ങളാണ് ഈ പുരോഹിത പിശാചുക്കൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരെ വാദതാണ്, ഇവരെ അക്കീദ, ഈ സൂഫികളുടെ, ഈ പിഴച്ച ഖുറാഫികളുടെ വാദം തന്നെ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളും പേരും എല്ലാം ഔലിയാക്കൾ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ആളുകൾക്കും സൂട്ടാകുന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തണ്ടല്ല, പിലാക്കൽ പിരാന്തൻ അച്ചങ്ങായി പറയുന്നൊരു വാചകം ഒന്ന് കേട്ടുനോക്കി. മാലിക്കുൽ മുൽക്ക് അള്ളാഹുവിന് ഉള്ള അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാ. ആ മാലിക്കുൽ മുൽക്കും മറ്റൊരു വ്യക്തിക്ക് പറയാൻ പറ്റും, പേര് വെക്കാനും പറ്റും, വിളിക്കാനും പറ്റും. യാ മാലിക്കൽ മുൽക്ക് എന്ന് വിളിക്കാനും പറ്റും, വിശേഷണമായിട്ട് പറയാനും പറ്റും. അവിടെ വരെ എത്തി. മാലിക്കുൽ മുൽക്ക് എന്ന അള്ളാഹുവിന്റെ വിശേഷണം അത് അള്ളാഹു അല്ലാത്തവർക്കും പറയാം. അതായത് പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഔലിയാക്കൾക്കൊക്കെ അത് പറയാം. ഇനി മടവൂരിനെ കുറിച്ചും പറയും, മാലിക്കുൽ മുൽക്ക് മടവൂർ. ഇപ്പൊ ഇത്രയും കാലം പറഞ്ഞിരുന്ന എന്തായിരുന്നു? കുത്തുബുൽ ആലം മടവൂർ, മുദബ്ബിറുൽ ആലം മടവൂർ. അപ്പൊ ഇതിന്റെ അടിയിൽ തന്നെ ഒരു വേറൊരു കാര്യം പറയാറുണ്ട്. മടവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വിശേഷണങ്ങൾക്കൊക്കെ അപ്പുറത്താണ്, അതിന്റെ മുകളിലൊക്കെ വിളിക്കാം. കുത്തുബുല്ലാലെന്ന് മാത്രല്ല, മുദബ്ബിറുൽ ആലെന്ന് മാത്രല്ല, അതിന്റെ ഒക്കെ മുകളിലാണ് മടവൂര്. ഇത് വെറുതെ പറയില്ല, ഇവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദാണത്. എന്ത്? മടവൂർ എന്ന് പറഞ്ഞാൽ കുത്തുബുൽ ആലമിന്റെയും മുദബ്ബിറുൽ ആലത്തിന്റെയും മുകളിലാണ്. ചിലതൊന്നും നമുക്ക് ജനങ്ങടി പറയാൻ പറ്റൂല. ഇവന്റെ തൊലിക്കട്ടിന്റെ ഊക്കൊണ്ട് ഇവന് തീരെ ഈമാനില്ലാത്തോണ്ട് ഇവനത് പറഞ്ഞത് മാലിക്കുൽ മുൽക്ക് എന്നും മടവൂരിനെ കുറിച്ച് പറയാം, ഔലിയാക്കളെ കുറിച്ച് പറയാം. അപ്പൊ ഇനി അടുത്ത കൊല്ലം താമസിയാതെ കേൾക്കും മാലിക്കുൽ മുൽക്ക്. ഇതൊക്കെ ഏതാണ് സാധനം? സാക്ഷാൽ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അച്ചങ്ങായി ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി അയാള് പഠിപ്പിച്ച് രംഗത്തേക്ക് ഇറക്കിയ കുട്ടിപ്പിശാചുക്കളാണ് ഇതൊക്കെ. ചില അന്തല്ലാത്ത ഖുറാഫികൾ എന്നെ വിളിച്ചു കാണി ചോദിക്കലുണ്ട്, എടോ ഞങ്ങളെ കാന്തപുരം ഉസ്താദ് എത്ര ആയിരം പണ്ഡിതന്മാരെ രംഗത്തേക്ക് ഇറക്കിയൻ. ഈ വക പണ്ഡിതന്മാരിലാണ് രംഗത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വക ശൈത്താന്റെ പട്ടാളങ്ങളെ ഇവർ 10,000 അല്ല 10 ലക്ഷം ഇറക്കി. സമൂഹത്തിൽ അതുകൊണ്ട് ഉൽമല്ലാതെ എന്തു ഗുണം ഈ വക ചെടാക്ക് സാധനങ്ങളെ പുറത്തിറക്കിയിട്ട്. അപ്പൊ സഹോദരങ്ങളെ, മാലിക്കുൽ മുൽക്ക് എന്ന് മടവൂരിന് വിളിക്കാം. അത് ഇത്രയും കാലം ഇങ്ങനെ രഹസ്യമാക്കി വെച്ചൊക്കെയായിരുന്നു. കാരണം എന്താ? കുത്തുബുൽ ആലമിന്റെയും മുദബ്ബിറുൽ ആലത്തിന്റെയും മുകളിലാണ് മടവൂർ എന്ന് ഇവർ പറയാറുണ്ട്. കേട്ടോളി. ശൈഖുനാ ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹി തങ്ങളെ പറ്റിയിട്ട് മറ്റുള്ള മശായിഖമാരും പിടുത്തം വിട്ട ആളാട്ടോ. ഇങ്ങനെ പറയാന്നല്ലാണ്ട് എവിടെയെന്ന് പിടുത്തം കിട്ടിയിട്ടില്ല, എവിടെയെന്ന് മനസ്സിലായിട്ടില്ല. പലരും ചോദിച്ചു നിങ്ങളെ പറ്റി പലരും പല മർത്തബയാന്നെല്ലാം പറയുന്നത്. എന്താണ് കുട്ടി പറയുന്നത്? നിങ്ങളെ പറ്റി ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു ഇസ്മായിൽ സഖാഫി എന്ന് ചോദിച്ച എനിക്ക് കിട്ടിയ രേഖ പറഞ്ഞു. പലരും ചോദിച്ചിട്ടുണ്ട്. മറുപടിയാ അതൊക്കെ ചെറുതാണ്, അതൊക്കെ ചെറുതാണ്. അതിന്റെ അർത്ഥം എത്രയാ? ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അദീ തങ്ങളോട് ഔലിയാക്കന്മാരുടെ നേതാക്കന്മാർ വന്ന് ചോദിച്ചില്ലേ, അന്തൽ ഖുതുബിയ, അൽ ഖുത്ബ് എന്ന് പറയുന്ന വലിയ മർത്തബയിൽ എത്തിയിട്ടുണ്ടോ നിങ്ങള്? ഉടനെ മറുപടി, നുസിഹ ശൈഖുക അനിൽ ഖുതുബിയ. അതൊക്കെ വിട്ടു നടന്നിട്ട് കാലം എത്രയായി? അതൊക്കെ പണ്ടപ്പോ കിട്ടിയ ബെൽറ്റുകളാ, സ്ഥാനങ്ങളാ. സുബ്ഹാനല്ലാഹ്. വൈലത്തൂർ തങ്ങൾ ചോദിച്ചില്ലേ, ഓരോ മർത്തബ എത്തിയിട്ട് ഇപ്പോൾ ഞാൻ അതിനു മുകളിലാണ്. എവിടെ? നിങ്ങൾ ഖുതുബുൽ ആലമല്ലേ? അതിനു മുകളിലാണ്. എവിടെയാണ്? മുണ്ടിയില്ല. കാരണം പ്രസിദ്ധമാകേണ്ട ഒരു പേരുണ്ട്, അത് പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ അറിയിച്ചു കൊടുക്കാൻ ഓർന്നില്ല. അപ്പൊ നമ്മൾ അയിമൽ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ തത്തമ്മേ പൂച്ചയാ. നമുക്ക് അതിനെ പറ്റി എന്തോ അറിയോ? ഇതെന്നാ സംഗതി നമ്മൾ അറിയോ? ഇല്ല, അറിയൂല. ഓറ് പറഞ്ഞത് അങ്ങനെ പറയുന്നു. ഖുതുബുൽ അഖ്താബ് ഓസുല്ലാഹ് ശൈഖ് അബ്ദുൽ മുഹമ്മദ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമ്മൾ പറയാൻ തുടങ്ങിയില്ലേ? തത്തമ്മേ പൂച്ച. എന്താണ് ഓരോ സ്ഥാനം പറഞ്ഞത്? അത് പറയാൻ എല്ലാം അത് ഇന്നതാ നമുക്ക് പറയാൻ അറിഞ്ഞൂടാ. നമ്മൾ അറിയൂല, കാരണം നമ്മൾ വളർന്നിട്ടില്ല. ഇത്ര വളർന്നാ മതി നിങ്ങള്. ഇതുകൊണ്ട് തന്നെ സമുദായം സൈ കെട്ടേക്കണേ. ഇതേതാ ശൈത്താന്? തളീക്കര തങ്ങള്. ഇതും കാന്തപുരത്തിന്റെ ഉത്തമാനിയായിയാണ്.
ഇച്ചങ്ങായി പറയണേ എന്ത്, മടവൂരിന്റെ അടുത്ത് പല ആളുകളും വന്നിട്ട് പറയും, നിങ്ങളെ കുറിച്ച് പല വിരാന്തന്മാരും പല കോലത്തിലും പല വാചകങ്ങളും പറയുന്നുണ്ടല്ലോ. കുത്തുബുലാൽ എന്ന് പറയുന്നുണ്ട്, മുദബ്ബിറുലാൽ എന്ന് പറയുന്നുണ്ട്, ഷെയ്ഖുൽ മശായിഖ് എന്ന് പറയുന്നുണ്ട്, എല്ലാ തോന്നിയാസങ്ങളും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ആ മാനസിക രോഗം എന്ത് പറഞ്ഞു, അതൊന്നുമല്ല, ഞാൻ അതിന്റെ ഒക്കെ മുകളിലാണ് എന്റെ വിശേഷണങ്ങൾ, ഒന്നും പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവൂല. അപ്പൊ ഏതാണ് വിശേഷണം? ഒന്ന് മാലിക്കുൽ മുൽക്ക്, പിന്നെ അനല്ലാഹ് മൂപ്പര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. മടവൂരാണ് ഇവരെ പടച്ചോൻ. ഇതാ പിരാന്തൻ ചക്കം പാട്ടുപാടുന്ന കാര്യം മാത്രമല്ല, ഇത് ഇവന്മാരുടെ ഒക്കെ വിശ്വാസതാണ്. മടവൂരിനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഇവന്മാർ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ഈ പാപ്പക്കറയിൽ നിന്നും കൈ കഴുകാൻ ഇവിടത്തെ കാന്തപുരമടക്കമുള്ള ബടാമൊല്ലമാര് മുതൽ താഴോട്ടുള്ള ചോട്ടാമൊല്ലമാരായ ഒരു ശൈത്താനും ഇതിൽ നിന്നും കൈ കഴുകാൻ സാധിക്കുകയില്ല. ഹാരിസ് മദനി യൂട്യൂബ് റീച്ച് കിട്ടാനും യൂട്യൂബിന്റെ വരുമാനം കിട്ടാനും വളവളവളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എടോ, എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ദീനിനോടൊരു തരിമ്പെങ്കിലും കൂറുണ്ടെങ്കിൽ ആ സമസ്ത എന്ന പൈശാചിക പാളയത്തിൽ നിന്നും പുറത്തു വന്ന് പറ. അപ്പൊ എല്ലാരെ കുറിച്ചും പറയാൻ പറ്റും. ഈ കാന്തപുരത്തിനടക്കം നിങ്ങൾ വിമർശിക്കും, ഞാൻ വിമർശിക്കണില്ലേ? എന്തുകൊണ്ടാ? ഞാൻ സമസ്തയിലായിരുന്നല്ലോ, അതിന് പുറത്തു വന്നതാണല്ലോ. അള്ളാന്റെ ദീനിനോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ഈ വക ശൈത്താന്മാരെ എല്ലാവരും വിമർശിക്കാൻ കഴിയും. ഇത് ഏതെങ്കിലും ഒരു പിരാന്തൻ ചക്കം പാട്ട് കാണുന്ന വിഷയം അത്. ഇത് കാന്തപുരാണ് ഇതിന്റെ ബീജാവാപം നൽകിയത്. ആ കാക്ക വിത്തിട്ട ശൈത്താനിയത്താണ് ഇവിടെ പടർന്നു വന്നിരിച്ചത്. മനസ്സിലായോ? കഴിഞ്ഞിലെ സഹോദരങ്ങളെ, ഈ കുത്തുബ് എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, മടവൂരൊക്കെ കുത്തുബാളോ അള്ളാഹുവിനെ പോലെ കാണാൻ കഴിയുന്നതാണ് വരെ വിശ്വാസം. കണ്ടോളി, ഇബ്രീസിൽ 261 പേജിൽ പറയുന്നുണ്ട്, കുത്തുബിന് 3,66,000 ബസീറത്ത് ഉണ്ട്, 3,66,000 കാഴ്ച കുത്തുബിനുണ്ട്. ആ 3,66,000 കാഴ്ചയിൽ നിന്ന് ഒരൊറ്റ കാഴ്ചയാണ് കണ്ണുകൊണ്ടുള്ള കാഴ്ച. പിന്നെ കുത്തുബിന് ശരീരത്തിൻ്റെ ഏത് ഭാഗം കൊണ്ടും കാണാൻ കഴിയുന്ന, അത് പഞ്ചേന്ദ്രിയല്ല, പഞ്ചേന്ദ്രിയല്ല, പഞ്ചേന്ദ്രിയത്തിൻ്റെ അപ്പുറത്തുള്ളൊരു ഇന്ദ്രിയാണ്. എന്താ പേര് പറയാം നമ്മൾ? 6ാമത്തെ ഒരു ഇന്ദ്രിയാണത്. അങ്ങനെ ഇന്ദ്രിയുണ്ട്, ആരിഫിനുണ്ടാവും അങ്ങനെ ഒരു ഇന്ദ്രിയം. അതിനെപ്പറ്റി ഇബ്രീസിൽ പറയുന്നുണ്ട്. കുത്തുബിന് എല്ലാ ഭാഗം കൊണ്ടും കാണാൻ കഴിയും, കണ്ണുകൊണ്ട് മാത്രമല്ല കാണാൻ കഴിയും. കണ്ണ് ആവശ്യമില്ല. കുത്തുബിൻ്റെ റാത്ത് ഫുള്ള് കാഴ്ചയുള്ളതാണ്. അള്ളാഹ്ക്ക് കാണാൻ കണ്ണിൻ്റെ ആവശ്യമില്ലാത്തതുപോലെ ഞാൻ അവൻ്റെ കണ്ണാവുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് എന്ന് ആരിഫ്യങ്ങൾ പറഞ്ഞു. ഞാൻ അവൻ്റെ കണ്ണാവും എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കണ്ണെങ്ങനെ, എൻ്റെ കാഴ്ച എങ്ങനെ? അള്ളാഹു തലക്ക് ടൂളുണ്ടോ? അള്ളാഹു തല കണ്ണാടിയുമില്ല കണ്ണുമില്ല, രണ്ടും ഇല്ലാതെ അള്ളാഹു കാണുന്നത് എന്നതുപോലെ അള്ളാഹു കാണുന്നത് അള്ളാഹുടെ റാത്തോണ്ടുള്ള കാഴ്ച. അള്ളാഹുടെ കാഴ്ച വരക്കാനും കഴിയില്ല, എവിടെ ഉള്ളതും അള്ളാഹ് കാണാൻ കഴിയും. വലിയൻ്റെ കാഴ്ച എവിടെ ഉള്ളതും വലിയന് കണ്ണ് തിരിക്കാതെ കാണാൻ കഴിയും. എങ്ങനെയുണ്ട് സഹോദരങ്ങള് പുതിയ പുതിയ അറിവുകള്? ഇത് ഇവിടുത്തെ സാധാരണക്കാരെ സമസ്തക്കാർക്കൊന്നും അറിയില്ല. ഈ ഹംകിങ്ങൾക്ക് ഇവരെ ഹോജാക്കന്മാർ എഴുതി വെച്ച പീറ കിതാബിലൊക്കെ ഈ വക വിചിത്രമായ വാദങ്ങളുണ്ട് എന്നുള്ള കാര്യമൊന്നും 95% സമസ്തക്കാർക്കും അറിയില്ല. അവരവരെ മഹല്ലിൽ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ ഇത്തരത്തിലുള്ള കൊടിയ പിഴച്ച വിശ്വാസങ്ങളാണ് ഇവരുടെ സൂഫി കിതാബുകളിലും ഇവരെ ഹോജാക്കന്മാരെ കിതാബുകളിലും മുഴുവനുള്ളത്. അപ്പൊ എന്താ ഈ പറഞ്ഞത്? ഖുതുബിന് 3,66,000 കാഴ്ചയുണ്ട്. മടവൂർ കയ്യിൽ പെടും. 3,66,000 കാഴ്ചയുള്ള മടവൂരിന് അവസാന കാലത്ത് അയാളെ വീട്ടിൽ വിളിച്ചൊരു ചരിത്രമുണ്ട്. ഞാൻ ദൈർഘ്യം പറയുന്നൊരു ക്ലിപ്പ് ഇടണില്ല. അയാളെ വീട്ടുകാരെ എന്നിട്ട് വിളിച്ചു വീട്ടിൽ, ഇയാൾ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയാം? അവിടെ റോഡൊന്നുമില്ലല്ലോ, ഇടവഴയൊക്കെ ഇടുങ്ങിയതല്ലേ, എനിക്ക് ചിലപ്പോൾ കണ്ണ് കാണാതെ തടഞ്ഞു വീഴും ഞാന്, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ വരുന്നില്ല. ആര്? 3,66,000 കാഴ്ചയുള്ള മടവൂര്. അങ്ങനത്തെ കുത്തുബാണ് ഈ കുത്തുബിന്. 3,66,000 കാഴ്ച ഉണ്ടാവും. അത് കണ്ണുകൊണ്ട് മാത്രമല്ല കാഴ്ച, പിന്നെ മൂക്കുകൊണ്ടും മൂടുകൊണ്ടൊക്കെ കാണും. ഒരു കണ്ണ് മൂക്കിലും ഒരു കണ്ണ് മൂലത്തിലും ഒക്കെ ഉണ്ടാവും. അതാണ് കുത്തുബ് പറഞ്ഞ സാധനം. എന്നിട്ട് പറയാണ് അള്ളാഹുവിന് കാണാം. അപ്പൊ കണ്ണിന്റെ കാഴ്ച ഒന്നും വേണ്ടല്ലോ, കണ്ണില്ലാതല്ല കാണുക. അതുപോലെ തന്നെ ഔലിയാക്കളും അള്ളാഹിനെ പോലെ തന്നെയാണ്. എന്നിട്ടൊരു ഹദീസും ഒരു സാധാരണ ദുർവ്യാഖ്യാനിക്കാറുള്ള ഹദീസാണെന്ത്? അടിമ എന്നോട് അടുത്ത് കഴിഞ്ഞാൽ ഞാൻ അവന്റെ കണ്ണാകും എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് പോലെ അവൻ കാണും. ഞാൻ അവന്റെ കൈയാകും എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും. ഞാൻ അവന്റെ ചെവിയാകും എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നത് പോലെ കേൾക്കും. ഇത് സാധാരണ ഈ ഖുറാഫി മൊല്ലമാര് ഔലിയാക്കൾക്ക് അള്ളാഹുവിനെ പോലെ കാണാനും കേൾക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും കഴിയും എന്നതിന് ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസാണിത്. എന്നാൽ എന്താണ് ഈ ഹദീസ്? ഈ ഹദീസിന്റെ അർത്ഥം എന്താണെന്ന് ഇവരുടെ ഏറ്റവും വലിയ നേതാവായ ഒതുക്കുങ്ങൽ ഇയാസുന്ന അറബി കോളേജിന്റെ പ്രിൻസിപ്പാളായ സമസ്തയുടെ പ്രസിഡന്റായ ഈ സുലൈമാൻ മുസ്ലിയാർ തന്നെ പറയട്ടെ. എന്താണ് ഈ ഹദീസിന്റെ വിവക്ഷ? എൻ്റെ സുന്നത്ത് കൊണ്ട് എന്നെ കൊള്ളെടുക്കും, അടുത്താൽ എന്താവും
കുതിസിയായതാണ്. അടുത്താൽ ഞാൻ അവൻ്റെ കയ്യാവും കാലാവും വായാവും. ഞാൻ പറഞ്ഞതൊക്കെ ഓൻ പറഞ്ഞതൊക്കെ എനിക്ക് പുറത്തുള്ള കാര്യമായിരിക്കും. ഓന് നടക്കണമൊക്കെ എനിക്ക് പുറത്തുള്ള സ്ഥലത്തേക്കായിരിക്കും. ഓൻ ചെയ്യണത് എനിക്കിഷ്ടമുള്ള കാര്യമായിരിക്കും. അങ്ങനെ മുക്കറബായി കഴിഞ്ഞാൽ ഓൻ ചെയ്യും. അല്ലാഹു തആലാന്റെ മുക്കറബായി കഴിഞ്ഞാൽ ഓന് ഈ ദുനിയാവ് ആഖിറത്തും രക്ഷപ്പെടും. കേട്ട് പഠിച്ചോട് പടു ഖുറാഫി. ഇതാണ് ഹദീസിന്റെ വിവക്ഷ. എന്താണ്? ഞാൻ അവന്റെ കണ്ണാകുമെന്ന് പറഞ്ഞാൽ ഒരു അടിമ ഫറളുകൾക്ക് പുറമെ സുന്നത്തും ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുത്താൽ ഞാൻ അവന്റെ കണ്ണാകുമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്തതൊന്നും പിന്നെ ആ കണ്ണുകൊണ്ട് അവൻ കാണുകയില്ല. ഞാൻ അവന്റെ കൈയാകുമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്തതൊന്നും അവന് പ്രവർത്തിക്കുകയില്ല. ഞാൻ അവന്റെ കാലാകുമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് അവൻ പോവുകയില്ല. ഞാൻ അവന്റെ ചെവിയാകുമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്തതൊന്നും അവൻ കേൾക്കുകയില്ല. അല്ലാതെ ഞാൻ കാണും പോലെ കാണും, ഞാൻ കേൾക്കും പോലെ കേൾക്കും, ഞാൻ നടക്കും പോലെ നടക്കും, ഞാൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും, ഞാൻ പ്രതികരിക്കും പോലെ പ്രതികരിക്കും എന്നല്ല അള്ളാഹു പറഞ്ഞത്. ഖുറാഫി, മനസ്സിലാക്കി വെച്ചോ. നിങ്ങളെ എല്ലാ വിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനത്തിൽ അധിഷ്ഠിതമാണ്. അല്ലാതെ നിങ്ങൾക്ക് പിടിച്ചിക്കാൻ കഴിയൂല. മനസ്സിലായോ? ഇസ്ലാമിക പ്രമാണമനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ പറയണമെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾ സലഫിയത്തിലേക്ക് വരണം. ഈ ഖുറാഫാത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഉദരപൂരണം നടത്തണമെങ്കിൽ, ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം നടത്തേണ്ടി വരും ഓരോ ഖുറാഫിക്കും. അത് കാന്തപുരം മുതൽ ആ താഴോട്ടുള്ള സകല ഖുറാഫിയുടെയും അവസ്ഥ അത് തന്നെയാണ്. സഹോദരങ്ങള്, ഈ മടവൂരുണ്ടല്ലോ, അയാളാണ് നമ്മളെ വിവാദ കഥാപാത്രം, നമ്മളെ സ്ഥിരം വേട്ടമൃഗം. അച്ചങ്ങായിണ്ടല്ലോ, ഈ മാനസിക രോഗി, അള്ളാഹു കൽപ്പിച്ച നിർബന്ധ കാര്യങ്ങൾ ചെയ്യാതിരുന്ന, വിരോധിച്ച പല ഹറാമുകളും ചെയ്തിരുന്ന ഈ ചങ്ങായിണ്ടല്ലോ, ഇയാളെ കുറിച്ച് ഒരു പറയാണ്. ഖുർആനിൽ പറഞ്ഞ എല്ലാ മൂജിസത്തുകളും മടവൂരിലുണ്ട്. കേട്ടോളി, പകരയിലെ പൊട്ടൻ പറയുന്നത് കേട്ടോളി. ഇപ്പൊ രംഗത്തില്ല. എന്താണ് ഞാൻ ഇപ്പൊ പറയണത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ ചങ്ങായി, ഏത് മാളത്തിലാണ് ഈ ഹംക്ക് പോയി ഒളിച്ചു നിൽക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചോളി. എന്താ അവന്റെ പ്രശ്നം എന്ന് അന്വേഷിച്ചോളി. അവൻ പറയണത് കേട്ടോളി. ബഹുമാനപ്പെട്ട കറാമത്തിന്റെ ലോകം, സുബ്ഹാനല്ലാഹ്, ഇത്രയധികം കറാമത്തുള്ള ഒരാൾ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഖുർആനിൽ വന്ന മുഅ്ജിസത്തുകളിൽ 99% കറാമത്തായി ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. 100% തന്നെ പറയാം, പക്ഷെ ഒരു അദബ് കേടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കേട്ടില്ലേ ഈ നമുക്ക് പറയണത്? എന്താണ്? പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ മൂജിസത്തുകൾ ഉണ്ടല്ലോ, അത് 99% മടവൂരിലുണ്ട്. 100 എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. എന്റെ ഉള്ളത് പറയണ്ടേ, ശൈത്താനോട് അങ്ങനെ പറയണ്ടേ, 100 പറഞ്ഞോ കേറ്റിക്കൊടുത്തോന്ന്. പക്ഷെ അതൊരു അദബ് കേടായത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അനക്കൊക്കെ നീ എന്ത് അദബ് ചങ്ങായി, എന്ത് അദബ് കേട്? സെപ്റ്റി ടാങ്ക് എന്ന് എണീറ്റ് വരുന്ന ഒരുത്തനെ തലയിൽ കൂടി ഇനി കാക്ക തൂറൊന്ന് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ കോലത്തിലവനൊക്കെ ഇപ്പം പറയാത്ത തോന്നിയാസം എന്താ മടവൂരിനെ കുറിച്ച്? ഈ ഹംകൊക്കെ ഉണ്ടല്ലോ, ഈ വിശ്വാസം വെച്ച് ചത്തുപോയവന്റെ അവസ്ഥ എന്തായിരിക്കും? അത്രത്തോളം തോന്നിയാസാണ് അവനൊക്കെ മടവൂരിനെ കുറിച്ച് പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ മുഴുവൻ മൂജിസത്തുകളും എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം ഉണ്ടെങ്കിൽ എല്ലാ പ്രവാചകന്മാർക്കുണ്ടായ മൂജിസത്തുകൾ എത്ര? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മൂജിസത്തിൽ ഒന്നാണ് ഖുർആന്. ചന്ദ്രൻ പുലർത്തിയ സംഭവം ഇതൊക്കെ മടവൂരിനുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇവർ ഇതും പറയും, ഇതിനപ്പുറം പറയും. അത്രത്തോളം ശൈത്താനിയത്ത് തലയിൽ കയറിയ പിഴച്ച വിഭാഗമാണ് കേരളത്തിലെ ഖുബൂരി മൊല്ലമാർ, വിശിഷ്യ കാന്തപുരവും അയാളുടെ അനുയായികളും. നിഷേധിക്കണം. നിങ്ങൾ ഇന്നെ വിളിച്ച് തെറി പറഞ്ഞൊന്നും കാര്യമില്ല. ഭീഷണിപ്പെടുത്തിയിട്ടോ വെട്ടും തല്ലും കൊല്ലും പറഞ്ഞിട്ടൊന്നും ഞാൻ അത് നിർത്താൻ പോണില്ല. നിങ്ങളെ പൊളിച്ചടക്കിയിട്ട് നിങ്ങളുടെ കപടമുഖം വലിച്ചു കീറി ആരാണ് നിങ്ങളെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് അമീർ വായ പൂട്ടും. സഹോദരങ്ങളെ, തിരിച്ചു വരാം. ആ ശൈത്താൻ കുട്ടി പാടിയ പാട്ട്, അവന്റെ പാട്ട് കഴിഞ്ഞിട്ടില്ല. ആ പാട്ടിലെ അടുത്ത വരി അപകടകരമായ വരിണ്ട്. എന്ത്? മടവൂരിനോട് മലക്കുകൾ ഖബറിൽ ചോദ്യം ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മടവൂരിന്റെ പ്രതികരണം? ആ കുട്ടിപ്പിശാച് പാടുന്നത് കേട്ടോളി. മൻ റബ്ബുക എന്ന് തുടങ്ങിയ ചോദ്യം ചെയ്യാനാരാണിവിടെ? കെൽപ്പുള്ളൊരു ആൺകുട്ടികളെവിടെ ആ മലക്കൂത്തിൽ? ഇല്ലടാ, അങ്ങനെ വന്നാൽ മലക്കൂത്തും പൂട്ടി. എങ്ങനെയുണ്ട് ഈ ഇബ്ലീസ് കുട്ടിന്റെ പാട്ട്? സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു ഇസ്ലാമിക രാജ്യത്ത് പോയി പാടി നോക്കണം. വരെ എത്ര കഷ്ണായിട്ട് വെട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. പരസ്യമായി കുരിശിലേറ്റും വനക്ക ഇസ്ലാമിക ഗവൺമെന്റ്. അജാതി കുഫറാണ് ഈ കുട്ടി ശൈത്താനൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? മടവൂരിനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മലക്കുകൾ വരുമല്ലോ. അപ്പൊ മൻ റബ്ബുക എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ കെൽപ്പുള്ള ആൺകുട്ടികൾ ആരാടാ മലക്കുകളെ കൂട്ടത്തിലുള്ളത്? മലക്കുകൾ വെല്ലുവിളിക്കാണ്, അള്ളാനെ വെല്ലുവിളിക്കണം. ഈ ഹംകിങ്ങൾക്ക് എന്ത് മലക്കുകള്?
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും മടവൂരിനോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മലക്കൂത്ത് ആ മലക്കുകളെ പൂട്ടും, മടവൂര് പൂട്ടിക്കെട്ടും, മലക്കുകൾ ആപ്പീസ് പൂട്ടുന്നാണ് ഇവന്റെ ഭീഷണി. എന്താണോ ഇവനെ കുറിച്ചൊക്കെ പറയുമ്പള് ഹാരിസ് മദനിക്ക് തോന്നുന്നുണ്ടോ ഇവനൊന്ന് എതിർക്കണം എന്നുള്ളത്? ഇത് ഇവന്റെ മാത്രം പേച്ചവാദാന്ന് ഹാരിസ് മദനിക്ക് അഭിപ്രായം ഉണ്ടോ? ഖുറാഫികൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇത് ഇവരുടെ ഉസൂലാണ്, ഇവരുടെ ഹോജാക്കന്മാരെ കുറിച്ചുള്ള കഥകളാണ് ഈ പറയുന്നത്. ഇതൊരു മടവൂരിനെ കുറിച്ച് മാത്രമല്ല, ഇവരുടെ മുൻ ഖുറാഫിയ ഹോജാക്കന്മാരുണ്ടല്ലോ, ഔലിയാക്കളും കുത്തുബുകളും അബ്ദാലുകളും എന്ന് പറയുന്ന ഇവർ ഔലിയാപ്പട്ടം ചാർത്തി കൊടുത്ത ഹോജാക്കന്മാരെ ചരിത്രത്തിലൊക്കെ അത് കാണാം. വേറെ ഒരുത്തുണ്ട്, ഒരു മായനാട് സക്കാഫി എന്ന് പറഞ്ഞ മായം കലർന്നൊരു സക്കാഫി. ഇപ്പൊ 2 കൊല്ലമായിട്ട് ഓനും വല്ലാതൊന്നും കറാമത്ത് പറഞ്ഞില്ല. ഓന് ഇതുപോലത്തെ ഒരു കഥ അബൂ യസീദുൽ ബിസ്താമി എന്ന് പറഞ്ഞ പോലെ വലിയ ഹോജുണ്ട്. ആ ഹോജയുമായി ബന്ധപ്പെട്ടൊരു കഥ, ഇതേമാതിരി മലക്കുകളെ നേർക്ക് തട്ടിക്കേറിയ മലക്കുകളെ ധിക്കരിച്ച കഥ പറയുന്നൊന്ന് കേട്ടു നോക്ക്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ശിഷ്യൻ പറയുന്നു, മഹാനവറുകളെ കണ്ടവരാരും നരകത്തിൽ കടക്കൂല എന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാര് ഖബറിലുള്ള മുൻകർ നകീർ അലൈഹിമസ്സലാം മാലാകമാരെ ചോദ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഒരു ശിഷ്യൻ പറഞ്ഞു, എന്റെ ഖബറിലേക്ക് മലക്കുകൾ വന്നാൽ ഞാൻ അവരെ ഖബറിൽ നിന്ന് തിരിച്ചയക്കുന്നതാണ്. ആ ശിഷ്യനോട് ആ സദസ്സിലുള്ള മറ്റുള്ള ശിഷ്യന്മാര് ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾ ഖബറിൽ നിന്ന് മലക്കുകളെ തിരിച്ചയക്കുന്നത് ഞങ്ങൾക്കറിയാൻ കഴിയും? ആ മഹാൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി ഖബറടക്കിയാൽ എന്റെ ഖബറിന്റെ പരിസരത്ത് നിങ്ങൾ ചുറ്റും കൂടി നിന്നോ, ഖബറിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയുന്നതാണ്. ആ മഹാനരായ അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ ശിഷ്യന്റെ മൗത്ത് സംഭവിച്ചു. അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ച് നിസ്കാരം കഴിച്ച് ഖബറടക്കിയപ്പോ അന്നത്തെ സദസ്സിൽ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളുകൾ അതാ ഖബറിന്റെ സമീപത്ത് ചെന്നു നിൽക്കുകയാണ്. ഖബറിൽ മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഉടനെ ഖബറാളിയാകുന്ന ആ മഹാൻ മറുപടി കൊടുക്കുന്നു, മലക്കുകളെ, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഇന്നി ഖദ് ഹമൽതു ഫർവത അബീ യസീദുൽ ബിസ്താമി, ഞാൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായി നടന്ന ആളാണ്. എന്റെ ചുമലിലേക്കൊന്ന് നോക്കൂ. അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഭാണ്ഡം പേറി നടന്നതിന്റെ തഴമ്പു കാണാം. അല്ലാഹുവിനെ അറിഞ്ഞ മഹാനവറുകൾക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിതം കഴിച്ചു കൂട്ടിയ എന്നോടാണോ മൻ റബ്ബുക എന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നത്, വമൻ നബിയുക എന്ന് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത്? എന്താണ് ഈ ചെങ്ങൈമാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങളിലുള്ള 6 കാര്യങ്ങളിലും ഈ ഹംകിങ്ങൾക്ക് പേച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിലുള്ള വിശ്വാസം പേച്ചിട്ടുണ്ട്, പ്രവാചകന്മാരുടെ വിശ്വാസത്തെ കുറിച്ച് പേച്ചിട്ടുണ്ട്, മലക്കുകളുള്ള വിശ്വാസം പേച്ചിട്ടുണ്ട്. അതിൽ പെട്ടാണ് ഇതൊക്കെ. എന്ത് അള്ളാഹ് ചോദ്യം ചെയ്യാൻ പറഞ്ഞേക്കുക, ഖബർക്ക് എന്നിട്ട് ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കാം. അപ്പൊ അബൂ യസീദുൽ ബിസ്താമി മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അത്രേ, എന്നെ കണ്ടവർ നരകത്തിൽ കടക്കുകയില്ല. ഇവിടെ അള്ളാന്റെ റസൂൽ വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നെ കണ്ടവരൊക്കെ സ്വർഗത്തിൽ കിടക്കുന്നുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ സന്താനമായ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിനോട് റസൂൽ എന്താ പറഞ്ഞത്? ഫാത്തിമ, എന്റെ കെയർ ഓഫില് എന്റെ മോളാണ് ഈ സ്വർഗത്തിൽ കയറാന്ന് വിചാരിക്കണ്ട, എന്റെ തടിനെ നരകത്തുനിന്ന് കാത്തോൻ. അതിന്റെ അർത്ഥം അമല് ചെയ്തോൻ, അതാ പറഞ്ഞത്. എന്നിട്ട് ഇവര് പറയാ, അബൂ യസീദുൽ ബിസ്താമി എന്ന ഹോജ പറഞ്ഞിരിക്കുന്നു, എന്നെ കണ്ടുപറ നരകത്തിൽ കടക്കുകയില്ല. എന്നിട്ട് അച്ചങ്ങായിന്റെ ഒരു ശിഷ്യന്മാരൊക്കെ പടത്തേമാർ ഇങ്ങനെ കൂടി നിങ്ങൾ തള്ളുമല്ലോ, എല്ലാവരും പട കൂടിയിട്ട് വല്ല സഭ കൂടി തള്ളുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എന്ത്, ഞാൻ മരിച്ചതിന് ശേഷം എന്റെ ഖബറിൽ മറവ് ചെയ്ത് കഴിഞ്ഞാല് മലക്കുകൾ എന്റെ അടുത്ത് നിന്നെങ്ങാനും ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാല് ഞാൻ മലക്കുകളെ ഗെറ്റ് ഔട്ട് അടിക്കും, പോടാ പുറത്ത് എന്ന് പറയും. കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ പോടാ പുറത്ത് എന്ന് പറയും. അപ്പൊ കേട്ടിക്കണ കുഞ്ഞാപ്പൊക്കെ വേണ്ടത്ര വിശ്വാസം പോരാ. അത് എങ്ങനെയപ്പോ ഞങ്ങൾ അറിയാം? ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ കുഴിച്ചിട്ടതിന് ശേഷം അവിടെ കബറങ്ങ് നിങ്ങൾ ചൂടെടുത്തുന്നാ മതി. അങ്ങനെ പോലൊക്കെ പാടെ ചെന്നു എന്നാണ് ചരിത്രം. എന്ത്, ഇയാളെ കുഴിച്ചിട്ടിന്റെ അന്ന് രാത്രി ചെന്നിട്ട് പോലെ ഇങ്ങനെ കാതോർത്തിട്ട് ഇങ്ങനെ ബെഡ്റൂമിൽ വെച്ചിട്ട് കെട്ടിയോളും ഇവിടെ കച്ച ഉണ്ടാവുമ്പോ കോനിഷ്ട് പിടിച്ച അമ്മായി മണ്ടല്ലോ ഇങ്ങനെ വാതുക്കച്ച് ഇങ്ങനെ കാതോർത്ത് ഇങ്ങനെ നിൽക്കണേ എന്ന് പറഞ്ഞ മാതിരി പോലെ ഇങ്ങനെ കാതോർത്തിക്കണം നമുക്കിങ്ങള്. അങ്ങനെ മലക്കുകൾ ഖബറിൽ വന്നിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ മറ്റേ ചെങ്ങായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരാണെന്നറിയുമോ? അബൂ യസീദുൽ ബിസ്താമി എന്ന ഹോജന്റെ കോസടിയും കോണകൊക്കെ ചുമലിലേക്ക് തഴമ്പ് കെട്ട് ചുമലാണിത്. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരടാ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിക്കണത് പുറത്തേക്കണ ഹംകിങ്ങള് ഡോൾബി ഡിജിറ്റൽ സൗണ്ടിൽ പുറത്തേക്ക് ഇങ്ങനെ കേൾക്കുകയാണ്. ഇതാണ് ഇവന്മാരെ വിശ്വാസം. ഇത് ഏതൊരു പിരാന്തൻ ചക്കം പാട്ടുപാടുന്ന വിഷയം മാത്രമല്ല,
ഇവരുടെ അക്കീദതാണ്. ഇവരെ ഹോജാക്കന്മാർ എഴുതി വെച്ച സകല പീറ കിതാബുകളുള്ള കഥകള് ഇത്തരത്തിലുള്ള വഴിപിഴച്ച ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് നിരക്കാത്ത കുഫ്രിയത്തിന്റെയും ഇരിദ്ധത്തിന്റെയും ശിർക്കിന്റെയും ലൊലാലത്തിന്റെയും ആശയങ്ങളാണ് ഇവന്മാർ തലയിലേറ്റി നടക്കുന്ന സകല പീറ കിതാബുകളിലുള്ളത്. ഞാനതാണ് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എടോ, നിങ്ങൾ ഈ കിതാബ് കണ്ടല്ലേ, ഈ മാല കിതാബും പീറ കിതാബും നെബുഹാനിന്റെ കിതാബും ഷെഹറാനിന്റെ കിതാബും ഈ ഇബ്നു അറബിന്റെ കിതാബും അബൂ യസീദ് അൽ ബിസ്താമിന്റെ കിതാബൊക്കെ ചാക്കിൽ കെട്ടിയിട്ട് വല്ല കണ്ടെയ്നറിലാക്കിയിട്ട് ശിവകാശി കൊണ്ടുപോയി വിക്കടങ്ങള് പടക്കണ്ടാക്കാൻ പറ്റുമോ? കൊണ്ടൊക്കെ അല്ലാതെ ആ സാധനം കൊണ്ട് സമുദായത്തിന് എന്ത് ഗുണം? ഇതുപോലെ ലൊലാലത്തുകൾ പ്രചരിപ്പിക്കാനല്ലാതെ എന്തിനാ ഇതിനൊക്കെ പറ്റുക? അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ ഇവരുടെ ഈ കിതാബുകളിലാണ്. അപ്പൊ ഈ ചെക്കൻ ഈ മടവൂരിസിന് തലീക്കേരിയ ശൈത്താനത്ത് തലീക്കേരിയ കുട്ടിപ്പിശാചുണ്ടല്ലോ പാട്ട് തന്നെ, അങ്ങനെ പാട്ടാടുമ്പോ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇതൊന്നും സാധാരണക്കാരനറിയില്ല. ഇതൊക്കെ പോലെ അറബി കിതാബുകളിലാണല്ലോ 95% സാധാരണക്കാരും ഇത് അറിയില്ലോ. ഇതൊക്കെ പോലെ സ്വകാര്യമായിട്ട് വെച്ച ആറ്റം ബോംബുകളാണ്. അപ്പൊ ഈ വിശ്വാസങ്ങള് മലയാളത്തിൽ പാട്ടാക്കിയിട്ട് ഈ പിരാന്തൻ ചക്ക അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ അച്ചക്കന്റെ മണ്ടക്ക് വീരാണ് ഹാരിസ് മദീനെ പോലെ ആൾക്കാർ. എന്നിട്ട് പറയാണ്, ഇത്തരം കുഫ്ർ പാടുന്നവരെ നാം എതിർക്കുക തന്നെ വേണം. കേട്ടോളി. എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഈമാൻ നശിപ്പിച്ച് കളയരുത്. ഇയാൾ ജനങ്ങളുടെ ഈമാൻ നശിപ്പിച്ച് കളയാൻ കച്ച കെട്ടിയിറങ്ങിയ കറുത്ത കുപ്പായോ ഇട്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇബിലീസിനെയൊക്കെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ വേണമെങ്കിൽ ഇബിലീസിനെയും മലക്കുകളുടെ ഉസ്താദാക്കാൻ മടവൂരിന് കഴിയുമെന്നൊക്കെ പാടുന്നത്. ശുദ്ധ തോന്യാസം. നമ്മൾ ഇതിനെ എതിർത്തേ മതിയാകൂ. നമ്മൾ ഇതിനെ ഇത്രമാത്രമൊക്കെ മുമ്പ് പാടിയതിനെയൊക്കെ പണ്ഡിതന്മാർ എതിർത്തിട്ട് പോലും നമ്മുടെ നാട്ടിലെ വഹാബികൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അയാളുടെ ആ പാട്ടൊക്കെ ഇട്ട് ഇത് സുന്നികളുടെ വിശ്വാസമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ, അത് വീണ്ടും വീണ്ടും ഇയാൾ ഇങ്ങനെ അതിന് പാടിപ്പാടി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ. നമ്മൾ പ്രതികരിക്കണം, നമ്മൾ മാറി നിൽക്കണം. ഇത് തികഞ്ഞ കുഫറിന്റെ ശിർക്കിന്റെ വരികളാണെന്നതിൽ തർക്കമേ ഇല്ല. ഹാരിസ് മദനി കാപ്പട്ടല്ലോ ഈ പറയണത്. ഓ, നമ്മൾ ഇതിനെ എതിർക്കണം. എന്ത് ഇത്തരം ശിർക്കിന്റെ കുഫറിന്റെ വാചകങ്ങളെ നമ്മൾ എതിർക്കുക തന്നെ വേണം. എന്നിട്ട് പറയാണ്, നമ്മളിതൊക്കെ എതിർത്തിട്ടും ഈ ചങ്ങായിന്റെ ഈ പാട്ടിട്ടിട്ട് വഹാബികൾ പറയുന്നു ഇതാണ് സുന്നികളുടെ വിശ്വാസം. ഇതല്ലേ നിങ്ങളെ വിശ്വാസം? അല്ലേ? എടോ, ഈ പറയുന്ന പാട്ടിലുള്ള വരികളല്ലേ നിങ്ങളെ കിതാബുകളിൽ മുഴുവനുള്ളത്? നിങ്ങളെ മൗലിദ് കിതാബുകളില്, നിങ്ങളെ മാല കിതാബുകളില്, നിങ്ങളെ സൂഫി കിതാബുകളില് കുത്തി നിറച്ചത് മുഴുവനും ഇത്തരത്തിലുള്ള വിഷലിപ്തമായ വാചകങ്ങളും ആശയങ്ങളുമല്ലേ? ഈ ചെക്കന്റെ തലയിക്കിട്ട് നിങ്ങൾ മുങ്ങാൻ പറ്റുമോ? നിങ്ങൾ എത്ര ആൾക്കാരെ വലിച്ചെറിയണം? ആരൊക്കെ നിങ്ങൾ എതിർക്കണം? നിങ്ങളെ യൂസുഫ് നബിഹാൻ നിങ്ങൾ എതിർക്കണ്ടേ? അബ്ദുൽ വഹാബ് ഷെഹറാനെ എതിർക്കണ്ടേ? ഇബ്നു അറബിനെ എതിർക്കണ്ടേ? അബൂ യസീദ് അൽ ബിസ്താമിനെ എതിർക്കണ്ടേ? എത്ര ആളുകൾ എതിർക്കണം? എതിർത്ത് നിങ്ങൾ ഉള്ളി തോലൊലിച്ചമാര് പിന്നെ എന്താ നിങ്ങളേക്ക് ഉണ്ടാവുക? ഈ പാളയത്തിൽ നിന്നുകൊണ്ട് എതിർക്കാൻ കഴിയോ? ഓ, എന്നിട്ട് എതിർക്കണത്ര നമ്മള് എങ്ങനെ എതിർക്കണം? ഞാൻ എൻ്റെ വീട്ടിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബിൽ ഇതങ്ങനെ എതിർത്തുകൊണ്ടിരിക്കും. നിങ്ങളിത് കേട്ടുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും ഇരുന്ന് എതിർക്കുക. അങ്ങനെ നിങ്ങൾ എതിർക്കല്? നിങ്ങൾ എങ്ങനെ സാധാരണ വഹാബിനെ എതിർക്കല്? ഒരു മനുഷ്യൻ ഒരു മഹല്ലില് അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ, മഹാന്മാരെ പ്രവാചകന്മാരെ കൊച്ചാക്കുന്ന രീതിയിൽ കള്ളക്കറാമത്തുകൾ പറയരുത് എന്നെങ്ങാനും ഒരുത്തൻ ഒരു നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഓനെ എതിർക്കല്? ഓന്റെ കല്യാണം ബഹിഷ്കരിക്കും, ഓന്റെ വീട് ബഹിഷ്കരിക്കും, ഓൻ മരിച്ച ഞാൻ കേറൂല, ഓന്റെ മയ്യത്ത് ബഹിഷ്കരിക്കും, ഖബർസ്ഥാൻ ബഹിഷ്കരിക്കും, മയ്യത്ത് കട്ടിൽ ബഹിഷ്കരിക്കും, എല്ലാം നിങ്ങൾ ചെയ്യാറില്ലേ? ആ എതിർക്കൽ നിങ്ങൾ ഇവനൊന്ന് എതിർത്താണ്. ഈ ശൈത്താൻ കുട്ടിണ്ടല്ലോ, ഈ വിശ്വാസം വെച്ച് ഇവൻ ചത്തുപോയാൽ, നാളെ ചത്തുപോയാൽ ഈ വിശ്വാസം വെച്ച് ഇവൻ ചത്തുപോയാൽ ഇവന്റെ മഹല്ല് ഇവന്റെ മയ്യത്ത് ബഹിഷ്കരിക്കോ, ഇവന്റെ ഖബർസ്ഥാൻ ബഹിഷ്കരിക്കോ, ഇവന്റെ കല്യാണം ബഹിഷ്കരിക്കോ, ഇവന്റെ വീട് കൂടുതൽ ബഹിഷ്കരിക്കോ? നിങ്ങൾ ബഹിഷ്കരിക്കോ? ഇവൻ ഈ വിശ്വാസം വെച്ച് ചത്തുപോയാൽ അവിടെ പോയിട്ട് നിങ്ങൾ അൽ ഫാത്തിഹ എന്ന് വെച്ചാൽ നിങ്ങൾ നീട്ടിക്കുറക്കി ദ്വാരം കൊടുക്കുക. നിങ്ങൾ എന്ത് ബഹിഷ്കരണം നിങ്ങൾ നടത്തുക? എങ്ങനെ നിങ്ങൾ എതിർക്കുക? നിങ്ങളെ എതിർക്കേണ്ട രൂപം എന്ന് പറഞ്ഞേരി. നിങ്ങൾക്ക് എതിർക്കാൻ കഴിയൂല ഹാരിസ് മദനി. ഞാൻ പറഞ്ഞല്ലോ, ഈ സമസ്ത എന്ന വൃത്തികെട്ട പാളയത്തിൽ നിന്നും പുറത്തു വരാതെ നിങ്ങൾക്ക് ഇതിനെ എതിർക്കാൻ കഴിയില്ല. എതിർക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സകല സൂഫികളെയും ഈ കേരളത്തിലുള്ള കാന്തപുരടക്കമുള്ള പിഴച്ച മൊല്ലാക്കന്മാരെ മുഴുവൻ നിങ്ങൾ എതിർക്കേണ്ടി വരും. എല്ലാവരുടെയും മുഖത്ത് നിങ്ങൾ കാർക്കിച്ച് തുപ്പേണ്ടി വരും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ നിന്ന് എതിർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. കാരണം ഓരോ എതിർപ്പിനും റീച്ച് കിട്ടുമല്ലോ നിങ്ങൾക്ക്, അതേ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. സഹോദരങ്ങളെ, ഈ മടവൂരിസം എന്ന ഈ ശൈത്താനിയത്തുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, കേരളം കണ്ട ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശൈത്താനിയത്താണ് മടവൂരിസം. ഈ മടവൂരിയത്തിന്റെ ഈ ശൈത്താനിയത്തിന്റെ അടിവേരറുക്കാതെ രക്ഷയില്ല കേരള മുസ്ലിങ്ങൾക്ക്. അത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത ഓരോരുത്തരും നിർവഹിക്കണം. നിങ്ങൾ പഠിക്കണം ആരയാളെന്നുള്ളത്. ഇയാളുടെ ചരിത്രങ്ങൾ മുഴുവനും A to Z പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇയാൾ വലിയ പോയിട്ട് ഒരു മുസ്ലിം പോലും അല്ലായിരുന്നു എന്നുള്ളത്. ഒന്നുകിൽ ഇയാൾ മാനസിക രോഗിയാണെന്ന് പറയണം, മുസ്ലിങ്ങൾക്ക് മാനസിക രോഗമാവാലോ.
അതല്ല എന്ന് ഒരു പറയുന്നുണ്ട്. അല്ലെങ്കിൽ അയാളുടെ വിശ്വാസവും ജീവിതവും പ്രവർത്തനം മുഴുവനും കുഫ്രിയത്തിൽ അധിഷ്ഠിതമായിരുന്നു, ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ നിലപാടായിരുന്നു. മാനസിക രോഗിയാണെങ്കിൽ അള്ളാന്റെ അടുത്ത് ഓതുന്നുണ്ട്, നമ്മളതിനെ എതിർക്കാൻ പാടില്ല. പക്ഷെ മാനസികല്ല, മടവൂർ പൂർണ്ണ ബോധമുള്ള ബുദ്ധിയുള്ള ആളായിരുന്നു എന്നാണ് കാന്തപുരടക്കം സർട്ടിഫിക്കറ്റ് കൊടുത്തുള്ളത്. ആരായിരുന്നു മടവൂർ? അതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി എഴുതപ്പെട്ട പുസ്തകം ഇവിടെ സജീവമായി വിപണിയിലുണ്ട്. ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ആരാണ് CM മടവൂർ. ഇത് എല്ലാവരും വാങ്ങണം. എന്തിനു വാങ്ങണം? നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ മടവൂരിന്റെ പിരിവിനും വേണ്ടി ആൾക്കാർ വരും. കാരണം സമസ്തയുടെ വിഭാഗത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരും വലിയാണെന്ന് അംഗീകരിക്കുന്ന ആളാണ് മടവൂര്. അങ്ങനെ മടവൂരിന്റെ മക്കാമിലേക്ക് ആണ്ട് നേർച്ചക്ക് പിരിവ്, മടവൂരിന്റെ പേരിലുള്ള സ്ഥാപനത്തിന് പിരിവുന്നുണ്ട്. മൂല്യമാരങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ പുസ്തകം എടുത്ത് കാണിച്ചു കൊടുക്കുക. ആരാണ് മടവൂർ? ഇത് മടവൂരിനെ കുറിച്ച് കേരളത്തിൽ നിന്ന് എഴുതപ്പെട്ട സമസ്ത ഖുറാഫികൾ എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെയും വാചകങ്ങൾ സ്കാൻ ചെയ്ത് കയറ്റിയിട്ട് അവരുടെ വാചകങ്ങളാണ് ഈ ബുക്കിലുള്ളത്. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് മടവൂർ എന്നുള്ളത്. എന്നിട്ട് മടവൂർ എന്ന് ഉച്ചരിക്കുന്ന മുസ്ലിയാക്കന്മാരെ ആട്ടിപ്പായിക്കാൻ നിങ്ങൾക്ക് പുസ്തകം സഹായകമാകും. ഈ പുസ്തകം ഓരോരുത്തരും വാങ്ങിയിട്ട് ഇത് കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മടവൂരിസത്തിന്റെ പേരിൽ ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശൈത്താനീയത്തിന്റെ ആഴമെന്താണെന്ന്. സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇതിന്റെ ലൊലാലത്തുകൾ, മടവൂരിസത്തിന്റെ ലൊലാലത്തുകൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.